ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കുറേ നാളായിട്ട് നിങ്ങളിൽ ചില ആൾക്കാർ എന്നോട് പറയുന്നുണ്ട്, അതായത് നല്ലൊരു അടിപൊളി റോബറി മൂവിയുടെ കഥ പറയാനായിട്ട്. എന്നാൽ പിന്നെ ഇന്ന് അതുപോലെ തന്നെ നല്ലൊരു ഒന്നാം തരം കിടിലൻ മോഷണ കഥ തന്നെ ആയിക്കോട്ടെ. എന്നാൽ ഇത് വെറും ഒരു മോഷണ കഥയല്ല കേട്ടോ. അതാദ്യമേ ഞാൻ പറയാം. ഈ മോഷണത്തിന്റെ കൂടെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള വേറെയും ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ കഥാനായകനായിട്ടുള്ള ടെറി ബാങ്കിൽ പോയിട്ട് ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ള ഒരു സാധനം മോഷ്ടിക്കുകയാണ്. എന്നാൽ അവൻ മോഷ്ടിച്ച ആ ഒരു സാധനത്തിന്റെ വില എത്രത്തോളാണെന്ന് അവന് പോലും അറിയില്ലായിരുന്നു. എന്നാൽ ആ മോഷണത്തിന് ശേഷം അവന്റെ പിന്നാലെ ആരൊക്കെയാ വരുന്നത്? എന്തായാലും നമ്മുടെ കഥാനായകന് പിന്നീട് നിൽക്കാൻ പറ്റിയിട്ടില്ല. ആരൊക്കെയാ വരുന്നതെന്ന് അറിയോ? നാഷണൽ സെക്യൂരിറ്റി ഏജൻസി, അതുപോലെ തന്നെ ലോക്കൽ പോലീസ്, പിന്നെ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ ഒരു ലോക്കൽ ക്രിമിനൽ ഗ്രൂപ്പ്. അങ്ങനെ ഈ മോഷണം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കഥാനായകന് നല്ല സ്വഗവ. അപ്പൊ എന്തായാലും നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റോറിയിലേക്ക് നമുക്ക് നേരെ അങ്ങ് പോവല്ലേ. 1970-കളിലെ ലണ്ടൻ നഗരം. ഇപ്പൊ ആ നഗരത്തിലെ ഏതോ ഒരു സ്ഥലം, ഒരു റൂമിന്റെ ഉള്ളിലായിട്ട് 2-3 ആൾക്കാർ എന്തോ വലിയൊരു ക്രിമിനൽ ആക്ടിവിറ്റി നടത്തുന്നുണ്ട്. എന്താണെന്ന് വ്യക്തമല്ല. എന്നാൽ മറഞ്ഞിരുന്നുകൊണ്ട് മറ്റൊരാൾ അതിന്റെ ഫോട്ടോസ് എല്ലാം എടുക്കുകയാണ്. ഇപ്പോൾ ലണ്ടൻ നഗരത്തിലുള്ള അതിഭീകരനായിട്ടുള്ള ഒരു കുറ്റവാളി തന്നെയാണ് ഉള്ളിലുള്ളത്. ആളുടെ പേര് മൈക്കിൾ എക്സ്. ഇതിനുശേഷം കാണിക്കുന്നത് ലണ്ടനിലുള്ള ഒരു വർക്ക്ഷോപ്പാണ്. നമ്മുടെ കഥാനായകനായിട്ടുള്ള ടെറിയുടേതാണ് ഈ ഒരു വർക്ക്ഷോപ്പ്. അവിടെ തന്നെ അവന്റെ ഒരു സുഹൃത്തായിട്ടുള്ള കെവിന്റെ ഗേൾ ഫ്രണ്ടും ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പൊ കെവിന്റെ ഗേൾ ഫ്രണ്ട് പറയാണ്, ടെറി കുറച്ച് ദിവസത്തേക്ക് ഇവനൊന്ന് ഫ്രീ ആക്കണം കേട്ടോ, കാരണം ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോവാണ്. അതുകൊണ്ട് വെറുതെ ആ പരിപാടി ഈ പരിപാടി എന്ന് പറഞ്ഞിട്ട് ഇവനെ വിളിച്ചു കൊണ്ടുപോകാൻ നിൽക്കേണ്ടെന്ന് പറയാണ്. ഇപ്പൊ ടെറി ലിസി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയോട് പറയണ, നീ പേടിക്കൊന്നും വേണ്ട, നിന്റെ ചെക്കനെ ഞാൻ എവിടെയും കൊണ്ടുപോകാൻ പോകുന്നില്ല, എനിക്ക് കുറച്ച് ദിവസം മനസമാധാനത്തിൽ എനിക്ക് ഇവിടെ നിന്ന് നിൽക്കണം എന്നും പറഞ്ഞ് നിൽക്കുമ്പോഴാണ് 2-3 ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വരുന്നത്. മാത്രമല്ല ഇപ്പൊ ടെറി റെഡിയാക്കി വെച്ച ഒരു പുതിയ കാറിന്റെ ചില്ല അടിച്ച് പൊളിച്ചു കളയാണ്. കാര്യം എന്താന്ന് വെച്ചാൽ ഏതോ ആളുടെ കയ്യിൽ നിന്നും പലിശക്ക് ഒരു ഇച്ചിരി കാശ് ടെറി എടുത്തിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചു കൊടുക്കാത്തത് കൊണ്ടുള്ള പ്രഹസനമാണ് ഇവിടെ വെച്ച് ഈ കാണുന്നത് കേട്ടോ. അപ്പൊ മര്യാദക്ക് കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ നിന്റെ ഈ കട മുഴുവൻ ഞങ്ങൾ അടിച്ച് പൊളിക്കും തന്നെ പറയാണ്. നമ്മളിപ്പോ വിചാരിക്കും ടെറി അവന്മാർക്കിട്ട് നല്ല പെട കൊടുക്കുന്നു. എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല, അങ്ങനെയൊന്നും ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് ടെറി ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. അതായത് കൊടുക്കാൻ കാശില്ലല്ലോ. എന്തായാലും ഗുണ്ടകൾ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് മറ്റൊരാൾ വരുന്നുണ്ട്. ആളുടെ പേര് മാർട്ടിൻ ആണ്, ഒരു ലേഡിയാണ്. അവരങ്ങോട്ടേക്ക് വന്ന പാട് തന്നെ ഇപ്പൊ ടെറിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. ആളൊരൽപ്പം ഉടായിപ്പാണ്. ആര്? രണ്ടുപേരും. ടെറി ഉടായിപ്പാണ്, മാർട്ടിനും ഉടായിപ്പാണ്. ഇപ്പൊ മാർട്ടിൻ ചോദിക്കുകയാണ്, ഇന്ന് രാത്രി പബ്ബിൽ വെച്ച് ഒന്ന് കാണാൻ പറ്റുമോ? എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ടെറി പറയാണ്, എന്റെ സുഹൃത്തുണ്ടല്ലോ കെവിൻ, അവന്റെ റിസപ്ഷൻ ആണ് ഇന്ന് രാത്രി, അപ്പൊ എനിക്ക് അങ്ങോട്ടേക്ക് പോകണം. ഒരു കാര്യം ചെയ്യ്, നീ ആദ്യം ബാറിലേക്ക് വാ, എന്നിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് നീ പ്രോഗ്രാമിന് പോയിക്കോന്ന് പറയണം. ഇപ്പൊ ടെറി പറയണം, ഓക്കെ രാത്രി നമുക്ക് കാണാന്ന് പറയണം. അങ്ങനെ ഈ സംഭവം നടക്കുന്നതിന്റെ ഒരു 3 ആഴ്ച മുന്നേ കാണിക്കുകയാണ്. ലണ്ടൻ നഗരത്തിലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി ഓഫീസ്, അങ്ങോട്ടേക്ക് ഇപ്പൊ ഒരാൾ വരുന്നുണ്ട്, ഏജന്റ് ടിം. ഹയർ ഒഫീഷ്യൽ വിളിച്ചതുകൊണ്ടാണ് അവൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. വന്ന വാർഡ് തന്നെ അവൻ അങ്ങോട്ടേക്ക് സ്വീകരിക്കുന്നത് ഒരു ലേഡിയാണ്. അവളുടെ പേര് സോഫിയ എന്നാണ്. പിന്നീട് സോഫിയ അവന് നേരെ മുകളിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. അവിടെ ഇതുപോലെ തന്നെ കുറെ ഹയർ ഒഫീഷ്യൽസ് ഉണ്ടായിരുന്നു. എന്തായാലും വന്ന വാർഡ് തന്നെ ടിമിനോട് അവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ടിമെ, നിന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് പ്രധാനപ്പെട്ട ചില ജോലികൾ ഏൽപ്പിക്കാനാണ്. പിന്നീട് അവരൊരു ഫോട്ടോ എടുത്ത് കാണിക്കുന്നുണ്ട്. ആ ഫോട്ടോയിലുള്ള ആളുടെ പേരാണ് മൈക്കിൾ എക്സ്. ഇവന്റെ പ്രധാന പ്രത്യേകത എന്താന്ന് വെച്ചാൽ വൈറ്റ് പീപ്പിൾസിന് അവൻ ഒട്ടും ഇഷ്ടമല്ല, അവരോട് ഭയങ്കര വെറുപ്പാണ്. അതുപോലെ തന്നെ ലണ്ടൻ നഗരത്തിലുള്ള ബ്ലാക്ക് പീപ്പിൾസ്, അവർക്ക് വേണ്ടി ഇവൻ എന്തും ചെയ്യും. അവർക്കിടയിലെ ഒരു റോബിൻഹുഡ് തന്നെയാണ് ഇവൻ. അതിനുവേണ്ടി കാശ് ഉണ്ടാക്കാനായിട്ട് ഇവനിക്ക് പല പരിപാടിയുണ്ട്. നല്ല രീതിയിലെ ഗുണ്ടായിസം ഉണ്ട്, ഡ്രഗ്സ് ഡീലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ അല്പം മാംസക്കച്ചവടം ഉണ്ട്. അതായത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉഡായിപ്പിന്റെ വഴികളിലൂടെ പോകുന്ന ഒരുത്തൻ. കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു സംഭവം ഉണ്ടായി. ഒരു ബിൽഡിംഗ് ഓണർ ഒരു വൈറ്റ് മാൻ ആണ്, പക്ഷെ അവിടെ താമസിക്കുന്നത് ബ്ലാക്ക് പീപ്പിൾ ആയിരുന്നു. പെട്ടെന്ന് അയാൾ ആ വീടിന്റെയും ആ ബിൽഡിങ്ങിന്റെയും റെന്റ് അങ്ങോട്ട് കൂട്ടാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ നേരെ ചെന്ന് പരാതി പറഞ്ഞത് മൈക്കിൾ എക്സിന്റെ അടുത്തേക്കാണ്. നേരെ മൈക്കിൾ എക്സ് ആ ബിൽഡിംഗ് ഓണറിന്റെ അടുത്തേക്ക് ചെന്നു. അയാൾ നല്ല രീതിയിലിട്ട് നല്ല പൊന്നീച്ച പറഞ്ഞ് അടിയടിച്ച് നന്നായിട്ട് ഉപദ്രവിച്ചു. അയാൾ പിന്നെ അധികം ഒന്നും നോക്കിയില്ല, വേഗം പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തു. അധികം വൈകാതെ ആ കേസ് കോടതിയിലേക്ക് എത്തുകയാണ്. എല്ലാ തെളിവോടും കൂടിയിട്ട് അവനെ അറസ്റ്റ് ചെയ്തെങ്കിലും ശിക്ഷിക്കാൻ നേരത്ത് ഒരു രഹസ്യം മൈക്കിൾ അവിടെ വെച്ച് പറയാണ്. ചില ഫോട്ടോസും അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഫോട്ടോസ് കണ്ട സമയത്ത് ജഡ്ജി അതുപോലെ തന്നെ വക്കീലന്മാർ ഇവരൊക്കെ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. അതായത് തൽക്കാലത്തേക്ക് ഇപ്പൊ ഇവനെ ശിക്ഷിക്കാൻ കഴിയില്ല. ഏതെങ്കിലും കാരണത്താൽ ഈ കേസിന്റെ പേരിൽ അവൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ ആ ഫോട്ടോസ് മുഴുവൻ ലീക്ക് ആവും. അത് ഇവിടുത്തെ ഗവൺമെന്റിന് വരെ വളരെ ദോഷമാണ്. അതുകൊണ്ട് തന്നെ അന്ന് കോടതിയിൽ വെച്ച് അവന് വെറുതെ വിട്ടു. എന്തൊക്കെ പരിപാടി ഈ മൈക്കിൾ എക്സ് ഒപ്പിച്ചു കഴിഞ്ഞാലും ആ ഫോട്ടോ ഒരു തുറുപ്പ് ചീട്ടായി എടുത്തുകൊണ്ട് അവൻ ഇങ്ങനെ രക്ഷപ്പെട്ടു പോവാണ്. അപ്പൊ എങ്ങനെയെങ്കിലും അവന്റെ കയ്യിൽ നിന്നും ആ ഒരു ഫോട്ടോ നമുക്ക് പിടിച്ചെടുക്കണം. ചില രഹസ്യ വിവരങ്ങൾ അനുസരിച്ച് ആ ഫോട്ടോ അവൻ സൂക്ഷിച്ചിരിക്കുന്നത് ലോയിഡ് എന്ന ബാങ്കിലാണ്. എന്തായാലും ഒഫീഷ്യലായിട്ട് അങ്ങോട്ടേക്ക് ചെന്ന് നമുക്ക് ആ ഒരു ഫോട്ടോസ് അവിടെ നിന്ന് എടുക്കാൻ കഴിയില്ല. കാരണം അവിടെയുള്ള എല്ലാവരും അത് കാണും, എല്ലാവരും അതിനെക്കുറിച്ച് അറിയും, നമ്മളൊക്കെ ആകെ നാറിപ്പോവും. അപ്പൊ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ, ആ ബാങ്കിലേക്ക് ഒരു കള്ളനെ അയക്കണം, അവിടുന്ന് അത് അടിച്ചു മാറ്റണം എന്ന് പറയാണ്. അതായത് ഗവൺമെന്റ് ഒഫീഷ്യൽസ് തന്നെ ഒരു മോഷണത്തിന് വേണ്ടി ടിമിനോട് പറയാണ്. ഇതല്ലാതെ അവർക്ക് മറ്റൊരു വഴിയില്ല. ഇങ്ങനെയുള്ള ഈ ചെറിയ ചെറിയ ഉടായ്പ പരിപാടികളൊക്കെ ചെയ്യാൻ ടിം നല്ല മിടുക്കനാണ്. അവൻ അതിനുള്ള കോണ്ടാക്റ്റും ഉണ്ട്. ഞാൻ എന്തായാലും ഒരു കൈ നോക്കാന്ന് ടിം പറയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് എയർപോർട്ടിലൂടെ വരുന്ന ഒരു ലേഡിയാണ്. കണ്ടാൽ നല്ല മാന്യമായിട്ടുള്ള സ്ത്രീ. അത് മറ്റാരുമല്ല, സിനിമയുടെ
ആരംഭത്തിൽ ടെറിയുടെ അടുത്തേക്ക് വന്ന മാർട്ടിൻ എന്ന് പറഞ്ഞ ലേഡി ഉണ്ടല്ലോ, അവര് തന്നെ ഇപ്പൊ എയർപോർട്ടിലേക്ക് വന്ന സമയത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന മയക്കുമരുന്ന് അതൊരിച്ചിരി പോലീസുകാർ കണ്ടുപിടിക്കുകയാണ്. അവിടെ വെച്ച് പെടാതിരിക്കാനായിട്ട് മാർട്ടിൻ അപ്പൊ തന്നെ വിളിക്കുന്നത് ഏജന്റ് ടിമ്മിനെയാണ്. ടിം അപ്പൊ തന്നെ അതിൽ നിന്നും അവൾ ഊരിക്കൊടുക്കുകയാണ്. പക്ഷെ അതിനു പകരമായിട്ട് മറ്റൊരു കാര്യം അവളോട് ചെയ്തു കൊടുക്കാൻ വേണ്ടി ടിം പറയുന്നുണ്ട്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ലോയിഡ് എന്ന ബാങ്കിൽ പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്, അത് നിന്റെ ഏതെങ്കിലും ഒരു കൂട്ടാളിയെ ഉപയോഗിച്ച് അത് അവിടുന്ന് മോഷ്ടിച്ച് തരണം എന്ന് പറയാണ്. അതായത് ബാങ്കിൽ കയറി കക്കാനാ പറയുന്നത്. ഒന്ന് ആലോചിച്ചതിന് ശേഷം മാർട്ടിൻ അതിന് ഓക്കെ എന്ന് പറയാണ്. അതായത് 3 ആഴ്ച മുന്നേ നടന്ന സംഭവമാണിത്. ഇപ്പൊ പ്രസന്റിൽ കാണിക്കുകയാണ്. ഇതേ മാർട്ടിൻ തന്നെ പബ്ബിൽ വെച്ച് നമ്മുടെ ടെറിയോട് സംസാരിക്കുകയാണ്. ബാങ്കിൽ നിന്നും മോഷ്ടിക്കാനായിട്ട് അവളോട് ടിം പറഞ്ഞല്ലോ, അപ്പൊ അതിനായിട്ട് അവളിപ്പോ കൂട്ടുപിടിച്ചിരിക്കുന്നത് ടെറിയാണ്. ടെറിയോട് അവള് പറയുന്നത്, എടാ നല്ലൊരു ഓഫർ വന്നിട്ടുണ്ട്, എന്റെ ഒരു സുഹൃത്തു വഴി ഞാനൊരു രഹസ്യ വിവരം അറിഞ്ഞിട്ടുണ്ട്. അതായത് ലോയിഡ് എന്ന് പറഞ്ഞ ഒരു ബാങ്ക് ഉണ്ടല്ലോ, അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ആഴ്ച ടൈം ഉണ്ടാവും, നമുക്ക് ആ ഒരു ബാങ്കിലേക്ക് കയറിയാലോ എന്ന് ചോദിക്കുകയാണ്. നല്ല പൈസ ഉണ്ടാക്കാം. ഇത് കേട്ട സമയത്ത് നമ്മുടെ ടെറി പറയുന്നത് ഒരിക്കലും നടക്കില്ല, കാരണം ഇതുപോലുള്ള പരിപാടികളൊക്കെ ഞാൻ നിർത്തി, റിസ്ക് എടുക്കാൻ എന്നെ കൊണ്ട് വയ്യ. ഈ നേരം മാർട്ടിൻ പറയാണ്, നീ എന്തിനിങ്ങനെ പേടിക്കുന്നേ? ആയുധമോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരു വമ്പൻ സെറ്റപ്പിൽ പോയി മോഷ്ടിക്കാനൊന്നുമല്ല പറയുന്നത്. അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം ഫെയിൽ ആണ്. അതുകൊണ്ട് സാധാരണ ഒരു കസ്റ്റമറെ പോലെ പോയി നമുക്ക് അവിടുന്ന് ആ ഒരു റോബറി നടത്താം. ബേസ്മെന്റിൽ പോയി കഴിഞ്ഞാൽ പൊന്നു മോനെ ലൈഫ് സെറ്റിൽ ആവാനുള്ള എമൗണ്ട് കിട്ടും. ഇവിടെയുള്ള ഈ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥർ അവരുടെയൊക്കെ ലീഗൽ അല്ലാത്ത പല സമ്പാദ്യവും അവിടെയാണുള്ളത്. അത് അടിച്ചു മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഒരു കേസും ഉണ്ടാവില്ല. എന്തായാലും നീ ഒന്ന് ആലോചിക്കുന്നു പറയണം. ഇപ്പൊ ടെറി പറയണ, ശരി ഒന്ന് നോക്കട്ടെ, തീരുമാനം എന്തായാലും ഞാൻ നിന്നെ വിളിച്ചു പറയാന്ന് പറഞ്ഞിട്ട് ടെറി അവിടുന്ന് പോവാണ്. ഇതേ നേരം തന്നെ ടെറി പോയി കഴിഞ്ഞപ്പോൾ മാർട്ടിന്റെ അടുത്തേക്ക് മറ്റൊരാൾ വരുന്നുണ്ട്, ഏജന്റ് ടിം. ടിം വന്ന പാടന്നെ ചോദിക്കുകയാണ്, എന്തായി, അവൻ സമ്മതിച്ചോ? ഉറപ്പ് പറയാൻ പറ്റില്ല, അവൻ നോക്കാന്നാ പറഞ്ഞത്, എന്തായാലും അവൻ വിളിക്കും, അപ്പൊ നമുക്ക് നോക്കാന്ന് പറയണം. എന്നാൽ ഇവർ ഈ സംസാരിക്കുന്ന കാര്യം ബാറിന്റെ പുറത്തേക്ക് പോയ ടെറി അങ്ങനെ ഒളിച്ചിരുന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ ടിം ഒരു ഏജന്റ് ആണെന്നൊന്നും അവൻ അറിയില്ല, പക്ഷെ മാർട്ടിൻ മറ്റൊരാളുമായിട്ട് എന്തൊക്കെയോ ചില ഡീലുകൾ ചെയ്യുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. അതായത് ഈ ഒരു റോബറിയിലേക്ക് ഇറങ്ങുകയാണെങ്കിലും അതിൻ്റെതായ നല്ല പ്രിപ്പറേഷൻസ് ആവശ്യമാണ്. ഇതിനുശേഷം കാണിക്കുന്നത് മൈക്കിളെക്സിന്റെ ആ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, അവിടെയാണ്. ആ ഗ്യാങ്ങിലേക്ക് ഇപ്പൊ ഒരു ചാരയും കൂടെ വന്നിട്ടുണ്ട്. ഒരു പെണ്ണാണ്, മറ്റാരുമല്ല, നേരത്തെ ആ ഒരു നാഷണൽ സെക്യൂരിറ്റി ഓഫീസിൽ നമ്മളൊരു ലേഡിയെ കണ്ടായിരുന്നല്ലോ, സോഫി. അതേ സോഫി തന്നെ ഒരു ചാരയായിട്ട് ഈ ഒരു ഗ്യാങ്ങിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. കാരണം ആ ഫോട്ടോസ്, അതിന്റെ മറ്റു കോപ്പികൾ ഇവൻ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതുപോലെ ആ ടീമിൽ പ്രധാനമായിട്ടും മറ്റൊരാൾ കൂടിയുണ്ട്, ഹക്കീം. അതായത് ഈ മൈക്കിളെക്സിന്റെ റൈറ്റ് ഹാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അയാള് നല്ലൊരു എഴുത്തുകാരൻ കൂടിയാണ്. ഇതിനുശേഷം ടെറിയെ കാണിക്കുകയാണ്. അതായത് മാർട്ടിനുമായിട്ട് സംസാരിച്ച് അവൻ നേരെ പോകുന്നത് അവന്റെ കൂട്ടുകാരന്റെ ആ ഒരു കല്യാണത്തിന്റെ പ്രോഗ്രാം ഉണ്ടല്ലോ, അതിൽ പങ്കെടുക്കാനായിട്ട്. റിസപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ പോയപാട് തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള കെവിനോടും ഡേവിയോടും ഈ ഒരു കാര്യം നമ്മുടെ ടെറി പറയുന്നുണ്ട് കേട്ടോ. അതായത് ഒരു ഗോൾഡൻ ചാൻസ് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കിയാലോ. എന്നാൽ കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ അവന്മാര് പറയണം, എടോ ഇത് വലിയ റിസ്ക് ഉള്ള പരിപാടിയാണ്, ഇതിന് നിൽക്കണോ? എന്നാൽ ആ സമയത്ത് ടെറി പറയുന്നത്, എടാ ഈ അല്ലറ ചില്ലറ കുഞ്ഞു ടൈപ്പുകളൊക്കെ ചെയ്തിട്ട് രക്ഷപ്പെടാൻ പറ്റുമോ? ഒറ്റപ്പണി, ആ ഒരു പണിയിൽ നമ്മൾ രക്ഷപ്പെടണം, അതുപോലൊരു പണിയാണിത്. ഇവരുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതേ ക്ലബിലേക്ക് ചില CID ഓഫീസേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഈ ക്ലബിന്റെ ഓണർ ആയിട്ടുള്ള വോഗലിനെ കാണാനായിട്ട്. അതായത് ഇവരിങ്ങോട്ടേക്ക് വരുന്നത് സെർച്ചിനോ ബാക്കിയുള്ള കാര്യത്തിനോ ഒന്നല്ല, മാസപ്പടി മേടിക്കാനാണ്, കൈക്കൂലി മേടിക്കാനാണ്. ഇവിടെ നടക്കുന്നത് ഡ്രഗ്സ്, മാംസക്കച്ചവടം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഓഫീസേഴ്സിന് അല്ലറ ചില്ലറ കൈക്കൂലി കൊടുത്താലേ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുള്ളൂ. അപ്പൊ അത് മേടിക്കാൻ വന്നവർക്ക് കറക്റ്റ് ആയിട്ട് തന്നെ വോഗിൽ ഒരു വൃദ്ധനാണ്, അയാൾ ആ പൈസ എല്ലാം കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ കൊടുക്കുന്ന കാശെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ വോഗിൽ പുസ്തകത്തിൽ എഴുതി വെക്കാറുണ്ട് കേട്ടോ. അതിൽ വേറെയും ഒരുപാട് പോലീസുകാരുടെ പേരുണ്ട്, അവർക്ക് കൊടുത്ത എമൗണ്ടും അതിലുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് മറ്റൊരു സ്ഥാപനമാണ്, ഇതേ പരിപാടി തന്നെ. അതായത് സ്ത്രീകളെ ഉപയോഗിച്ചുള്ള മാംസ കച്ചവടം, ഇതാണ് ആ സ്ത്രീകൾ നടത്തുന്നത്. ഇവരെ തൽക്കാലം നമുക്ക് ശാന്ത എന്ന് വിളിക്കാം. ഈ ഒരു ഏരിയയിൽ സ്ത്രീകളെ ഉപയോഗിച്ചുള്ള ഈ കച്ചവടം ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത് ശാന്തയാണ്. ശാന്തയുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഹയർ ഒഫീഷ്യൽസ് ആണ്. അതായത് മന്ത്രിമാര്, വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥര്, ഓഫീസർമാര്. ശരിക്കും ഇപ്പൊ അങ്ങോട്ടേക്ക് മറ്റൊരാൾ വരുന്നുണ്ട്. അതായത് ടിമ്മിന്, ഏജന്റ് ടിമ്മിന് ഈ ജോലി കൊടുത്ത അവന്റെ ഹയർ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ബോസ് ഉണ്ടല്ലോ, അയാൾ വരെ ഇവിടുത്തെ നല്ല ഡെയിലി കസ്റ്റമറാണ്. ഇപ്പം തന്നെ ഏതോ ഒരു ചോട്ടാ മിനിസ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ. ഇയാൾക്ക് ഒരു പ്രത്യേക ആഗ്രഹം, ഇയാളെ കെട്ടിയിട്ട് അവിടെയുള്ള ഗേൾസ് ചുമ്മാ ഇങ്ങനെ തല്ലണം. കിളവന്റെ ആഗ്രഹം വല്ലാത്തൊരു ആഗ്രഹം തന്നെ, നല്ല പൂതി. എന്തായാലും ആ ഒരു പൂതി അവിടെയുള്ള പെൺകുട്ടികൾ സാധിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ ഡിങ്കോൾഫിയുടെ പിക്ചർ എല്ലാം ആരെടുത്ത് വെക്കുന്നുണ്ട്? ശാന്ത എടുത്ത് വെക്കുകയാണ്. കാരണം ഇവന്മാരെല്ലാം മൂന്ന് പോലെയാണ്, എപ്പോൾ വേണമെങ്കിലും സ്വഭാവം മാറുന്നു ശാന്തയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഇനി എങ്ങാനും ഇവന്മാര് അവൾക്കെതിരെ തിരിഞ്ഞു വന്നാൽ തിരിച്ചും പണി കൊടുക്കാനാണ് ഇതുപോലെയുള്ള ഫോട്ടോസ് എടുത്തു വെക്കുന്നത്. പിന്നെ ആ ഒരു കാലഘട്ടം നിങ്ങൾ ആലോചിക്കണം കേട്ടോ, 1970 അന്ന് ഇതുപോലെയുള്ള ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ എവിഡൻസ് ആണ്, വലിയ തെളിവാണ്. ആ ഫോട്ടോസ് എല്ലാം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആളുടെ മാനം തന്നെ പോകും. ഇതിനുശേഷം വീണ്ടും ടെറിയും അവന്റെ കൂട്ടുകാരെയും കാണിക്കുകയാണ്. അവരിപ്പോ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മാർട്ടിൻ വരികയാണ്. എന്താണ് നിങ്ങളുടെ തീരുമാനം, സമ്മതമാണോ? അപ്പൊ മാർട്ടിൻ പറയാണ്, സമ്മതൊക്കെ തന്നെയാണ്, പക്ഷേ ഇതുപോലൊരു മോഷണം നടത്തുന്നതിന് മുന്നേ ആ ബാങ്കിന്റെ സ്ട്രക്ചർ എന്താണെന്ന് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാവണം. അതിനെന്താ, നമുക്ക് നാളെ ഒന്ന് അങ്ങോട്ടേക്ക് പോയി നോക്കാന്ന് പറയണം. ഇതേ നേരം തന്നെ ടെറിയുടെ ഭാര്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. വെണ്ടി എന്നാണ് പേര്. ഓൾറെഡി ഒരു കുഞ്ഞുണ്ട്. അവളിപ്പോ അങ്ങോട്ടേക്ക് വന്ന് ചെറവറ എന്നൊരു സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും പിറ്റേ ദിവസം രാവിലെ തന്നെ
ലോയിഡ് എന്ന് പറഞ്ഞ ആ ഒരു ബാങ്കിലേക്ക് മാർട്ടിനും ടെറിയും വരികയാണ്. ഒരു സാധാരണ കസ്റ്റമറെ പോലെ. പിന്നീട് ആ ലോക്കറിൽ എന്തോ വെക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ താഴേക്ക് പോവുകയാണ്. അവർ താഴേക്ക്, അതായത് ബേസ്മെന്റിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നിന്ന് മറ്റൊരു കസ്റ്റമർ മുകളിലേക്ക് വരുന്നുണ്ട്. ഇന്നലെ രാത്രി നമ്മൾ കണ്ട വോഗിൾ, അതായത് വേശ്യാലയും അതുപോലെ തന്നെ ഡ്രഗ്സ് കച്ചവടമൊക്കെ ചെയ്യുന്ന ആ ഒരു വൃദ്ധൻ പോലീസുകാർക്ക് കൈക്കൂലി കൊടുത്തില്ലേ, അതേ ആള് തന്നെ. ഇയാളും താഴെ എന്തോ ഇയാളുടെ ലോക്കറിൽ വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് പിന്നെ നോക്കാം. സോ താഴേക്ക് ടെറി പോകുന്ന സമയത്ത് അവനെ ക്രോസ് ചെയ്തുകൊണ്ട് വോഗിൾ മുകളിലേക്ക് വരുന്നുണ്ട്. എന്തായാലും ടെറിയും മാർട്ടിനും കൂടെ ഇപ്പൊ താഴേക്ക് പോയിട്ട് ബേസ്മെന്റിലെ ആ ലോക്കറുകളൊക്കെ എങ്ങനെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ പുറത്ത് നിന്നുകൊണ്ട് ഈ ബാങ്കിന്റെ ഫോട്ടോസ് എടുക്കണമല്ലോ. എന്നാൽ ഡയറക്റ്റ് ആയിട്ട് എടുത്താൽ ആൾക്കാർക്ക് സംശയം തോന്നും. അതിനായിട്ട് ടെറി അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ കെവിൻ അവന്റെ ഫോട്ടോ എടുക്കുന്നത് പോലെ കാണിച്ച് ആ ബാങ്കിന്റെ ഫോട്ടോ ആണ് എടുക്കുന്നത്. ഇതേ നേരം അങ്ങോട്ടേക്ക് വോഗിൾ വരികയാണ്. അയാളുടെ കാറിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് കെവിൻ പറയണം, സാറേ എന്നെ മനസ്സിലായോ? ഇപ്പൊ ഈ വോഗിൾ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത്, ഇല്ല ആരാണ്? ആ സാറ് പ്രൊഡ്യൂസ് ചെയ്ത ഒരു പോൺ വീഡിയോ, അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. ആ മനസ്സിലായി. എന്നാ ശരി കേട്ടോ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് വോഗിൾ അവിടുന്ന് പോവാണ്. എന്നാൽ ഇത് യാതൊരു ആവശ്യമില്ലാത്തൊരു പരിപാടിയായിരുന്നു. ഇതേ നേരം തന്നെ ബാങ്ക് വിട്ട് ടെറിയും മാർട്ടിനും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ബാങ്കിന്റെ ചുറ്റുപാടുള്ള ഷോപ്പുകൾ നോക്കുകയാണ്. ബാങ്കിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു മീറ്റ് ഷോപ്പ് ഉണ്ട്. അതുപോലെ വേറൊരു കട ഇപ്പൊ വർക്കിംഗ് അല്ല, അത് റെന്റിന് കൊടുക്കാനായിട്ട് ആൾക്കാരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പാണ്. കഥയുടെ ബാക്കി പറയുന്നതിന് മുന്നേ ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ടെറിയുടെ കൂടെ ഇപ്പൊ മോഷണത്തിന് വന്നിരിക്കുന്നത് അവന്റെ കൂടെ ജോലി ചെയ്യുന്ന ആ ഒരു പയ്യനല്ല, അവന്റെ വേറെ 2 കൂട്ടുകാരാണ്. ഇവരുടെ പേരാണ് കെവിൻ, പിന്നെ ആ ഒരു പോൺ വീഡിയോയിലൊക്കെ അഭിനയിച്ച ഡേവ്, പിന്നെ ടെറിയുടെ കാരേജിൽ ജോലി ചെയ്യുന്ന ആ പയ്യന്റെ പേര് ബോണി എന്നാണ് കേട്ടോ. എന്തായാലും ഇവരെല്ലാവരും മോഷണത്തിന് മുന്നേ ആയിട്ട് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു ബിൽഡിങ്ങിന്റെ നല്ല വ്യക്തമായിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് എടുക്കുകയാണ്. അതായത് ആ ഒരു ബിൽഡിംഗ് അതിന്റെ ഏറ്റവും കോർണർ ഭാഗത്താണ് ഈ ഒരു ലോയിഡ് ബാങ്ക് ഉള്ളത്. അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ഫ്രൈഡ് ചിക്കനോ അങ്ങനെ എന്തോ ഉള്ളൊരു ഷോപ്പാണ്. അതിനിപ്പുറത്തുള്ള ഷോപ്പാണ് കാലിയാക്കി എടുക്കുന്നത്. അതാണ് ഇവർ ലീസിന് എടുക്കാൻ പോകുന്നത്. മാത്രമല്ല ഈ ബിൽഡിങ്ങിന്റെ എല്ലാം ബാക്ക് സൈഡിലായിട്ട് ഒരു കാർ പാർക്കിംഗ് ഉണ്ട്. അതുപോലെ ഈ എല്ലാ ബിൽഡിങ്ങിന്റെ ഇടയിലും ഒരു ബേസ്മെന്റും ഉണ്ട്. സോ ഇവരുടെ പദ്ധതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിയായി കിടക്കുന്ന ആ ഷോപ്പ് എടുത്ത് അവിടെ നിന്നും, അതായത് അതിന്റെ ബേസ്മെന്റിൽ നിന്നും ഒരു ടണൽ ഉണ്ടാക്കി നേരെ ഈ ചിക്കൻ കടയും താണ്ടി നേരെ ബാങ്കിന്റെ അടിയിലേക്ക് പോവാ. എന്നിട്ട് ആ ഒരു ലോക്കർ ഉണ്ടല്ലോ, ഇതിന്റെ അടിഭാഗം തുറന്ന് അതിന്റെ ഉള്ളിലേക്ക് കിടക്കുക. ആ ലോക്കറിന്റെ ഉള്ളിൽ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ വെക്കുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വരുന്നവരുടെ പ്രൈവസിക്ക് വേണ്ടി അതിനുള്ളിൽ ഇപ്പൊ CCTV ഇല്ല. അപ്പൊ ഇത് നല്ലൊരു അവസരമാണ്. എന്തായാലും ഇങ്ങനെ ഒരു ടണൽ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടി ഇവർക്ക് അറിയില്ല. അതിനൊരു എക്സ്പേർട്ട് വേണം. അതിനുവേണ്ടി എഡ്ഡി എന്നൊരാളെ ഇവർ വിളിക്കുന്നുണ്ട് കേട്ടോ. ഇവരുടെ ടീമിൽ ചേർക്കാണ് ആ മഞ്ഞ കോട്ടിട്ട ആളുണ്ടല്ലോ, അവനാണ് എഡ്ഡി. അതുപോലെ തന്നെ റൂം ലീസിന് എടുക്കണ്ടേ. ഇവന്മാർക്ക് ആർക്കും ഈ ഒരു ബിൽഡിംഗ് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ടൈലറിംഗ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു അപ്പാപ്പന്റെ അടുത്തേക്ക് ഒരു ചെല്ലുന്നുണ്ട്. ബോബ് എന്നാണ് പേര്. പണ്ടിച്ചിരി അലമ്പൊക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഡീസന്റ് ആയിട്ട് ജീവിക്കുകയാണ്. അപ്പൊ അയാള് മുഖേന ഈ കട ലീസിന് എടുക്കാനാണ് ഇവരുടെ പദ്ധതി. അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു മോഷണത്തിന്റെ പ്ലാനും അയാളോട് പറയുന്നുണ്ട്. അങ്ങനെ ബോബും ഇവരുടെ ടീമിൽ ചേരുകയാണ്. അങ്ങനെ ആകെ മൊത്തം ഇവരുടെ ടീമിൽ ഇപ്പോൾ 6 പേരായിട്ടുണ്ട്. മാത്രമല്ല ഈ മോഷണം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ടെറി അവന്റെ ഭാര്യയെ ഒരു ഹോട്ടലിൽ വിളിച്ചുകൊണ്ടുപോയി ഒരു ഡിന്നർ എല്ലാം മേടിച്ചു കൊടുത്ത് ചില കാര്യങ്ങൾ പറയണം. അതായത് വളരെ റിസ്ക് ഉള്ള ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോവാണ്, അതെന്താണെന്ന് മാത്രം എനിക്കിപ്പോൾ നിന്നോട് പറയാൻ കഴിയില്ല. അത് സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഈ ഒരു നാട് വിട്ടു പോകും, നമുക്ക് പിന്നീട് നല്ല രീതിയിൽ ജീവിക്കാം. എന്നാലും അതിനൊരു റിസ്ക് ഉണ്ട്, ചിലപ്പോൾ എന്നെ പോലീസ് പൊക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, തൽക്കാലം നീ നിന്റെ അമ്മയുടെ അടുത്തേക്ക് മക്കളെയും കൂടി പോയി നിൽക്കണം എന്ന് പറയണം. എന്തായാലും വെൻഡി, അതായത് ടെറിയുടെ ഭാര്യ അതിന് സമ്മതിക്കുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് ഈ വേശ്യാലയും പബ്ബെല്ലാം നടത്തുന്ന വോഗിൾ എന്ന ആളുണ്ടല്ലോ, ഇയാളെയാണ്. ഇയാളുടെ അടുത്തേക്ക് മൈക്കിളെക്സ് വന്നിരിക്കുകയാണ്. രണ്ടുപേരും ചെയ്യുന്നത് ഒരേ ബിസിനസ് ആയതുകൊണ്ട് തന്നെ ബിസിനസ് പരമായിട്ടുള്ള സുഹൃത്തുക്കളാണ് രണ്ടുപേരും. ഇപ്പൊ ഈ മൈക്കിളെക്സിന് അവന്റെ നാട്ടിലേക്ക് പോയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഡ്രഗ്സുകൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അപ്പൊ മറ്റാരെങ്കിലും അയച്ചു കഴിഞ്ഞാൽ അത് റിസ്ക് ആണ്. അതുകൊണ്ട് ആ സാധനം അങ്ങോട്ടേക്ക് നേരിട്ട് പോയി എടുക്കുകയാണ്. അപ്പൊ അത്രയും ദിവസം അവൻ വെച്ചുകൊണ്ടിരിക്കുന്ന ലേഡീസ് ഉണ്ടല്ലോ, അതായത് കച്ചവടത്തിനായിട്ട് വെച്ചിട്ടുള്ളത്, അവരെ തൽക്കാലം വോഗിളിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. നീ തന്നെ അവരെ കൊണ്ട് കച്ചവടം ചെയ്തോ, മാത്രമല്ല ലാഭത്തിന്റെ ഒരു വിഹിതം മാത്രം എനിക്ക് തന്നാൽ മതി, എന്തായാലും കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാന്ന് വോഗിൾ പറയാണ്. ഇതേ സമയം തന്നെ വോഗിൾ മറ്റൊരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്. അല്ലടാ, ഈ ഗവൺമെന്റിനെ വരെ പിടിച്ചു നിർത്താൻ പാകത്തിന് നിന്റെ കയ്യിൽ എന്തോ ഒരു തുറുപ്പ് ചീട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടു, അതും ആ ഒരു ബാങ്കിന്റെ ലോക്കറിൽ. എന്താണ് ആ കാര്യം എന്ന് ചോദിക്കുമ്പോൾ മൈക്കിളെക്സ് ആ കാര്യമൊന്നും പറയുന്നില്ല, അത് നമ്മളിപ്പോ സംസാരിക്കേണ്ടല്ലോ എന്നാണ് പറയുന്നത്. ഇതേ നേരം ടെറിയും അവന്റെ കൂട്ടുകാരും കൂടെ ഈ റോബറി നടത്താൻ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ്, അതായത് ടണൽ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ആ കാർ പാർക്കിംഗ് വഴി ബേസ്മെന്റിലൂടെ ഇവർ ലീസിനെടുത്ത് ആ ഒരു ഷോപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ച് അവരുടെ തുരങ്ക നിർമ്മാണം ആരംഭിക്കുകയാണ്. അങ്ങനെ പതിയെ പതിയെ ഇവരെടുത്ത ആ ഒരു ബിൽഡിങ്ങിന്റെ ബേസ്മെന്റിൽ നിന്നും ഇവരൊരു ടണൽ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ആ ടണൽ ഉണ്ടാക്കി ഈ ചിക്കൻ കടയുടെ അടിയിലൂടെ വേണമല്ലോ ഇത് പോകാനായിട്ട്. അപ്പോൾ അവർക്ക് എന്തൊക്കെയോ ഇതിന്റെ ആ ഒരു വൈബ്രേഷനും ഒച്ചപ്പാടും ബഹളൊക്കെ കേൾക്കാൻ തുടങ്ങി. എന്നാൽ ഇവരുടെ ബിൽഡിങ്ങിന്റെ അടിയിലൂടെ ഒരു ടണൽ ഉണ്ടാക്കാമെന്ന് അവർക്ക് മനസ്സിലായത്. അവർ പോയിട്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം, ഇതുപോലെ അപ്പുറത്തെ ഷോപ്പിൽ നിന്നും ഭയങ്കരമായിട്ട് ബഹളം കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇതേ നേരം തന്നെ നമ്മുടെ ടീംസ് തുരങ്കത്തിന്റെ പണി നന്നായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവര് കുത്തിയെടുക്കുന്ന ആ ഒരു മണ്ണ് മുഴുവൻ മേലേക്ക് വലിച്ചെടുക്കുന്നത് ഡേവ് ആണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ഒരു ഷോപ്പിന്റെ ഓണറായിട്ട് ബാക്കിയുള്ളവരെ കാണിക്കാനായിട്ട് ബോബ് അപ്പാപ്പനെ വെച്ചായിരുന്നല്ലോ. അപ്പൊ അയാളോട് പറയണം, എടോ എന്റെ കൈയൊക്കെ ആകെ വേദനിക്കുന്നത്, തൽക്കാലം നിങ്ങൾ ഈ മണ്ണെടുക്കുന്നു പറയണം. എന്നാൽ അതേ നേരം തന്നെ മുകളിൽ ആരോ ഒരാൾ വന്നിട്ട് വാതിൽ തട്ടുകയാണ്. പോയി നോക്കുമ്പോൾ പോലീസുകാരനാണ്. ഇവരൊക്കെ ആകെ പേടിച്ചു പോയിട്ടാ. എങ്ങാനും അയാൾ ഷോപ്പിന്റെ ഉള്ളിലേക്ക് വന്ന് പിന്നീട് ബേസ്മെന്റിലേക്ക് വന്നു
കഴിഞ്ഞാൽ ആകെ കൊടുങ്ങും. അതുകൊണ്ട് ബേസ്മെന്റിലേക്ക് വരലേ എന്ന് പറഞ്ഞിട്ട് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ബോബാപ്പാപ്പൻ ചെന്ന് വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ആ പോലീസുകാരൻ ഉള്ളിലേക്ക് വന്നിട്ട് പറയണം, എന്താണ് ഇവിടെ പണി? എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്ക് ആണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കാതെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് താഴെ ബേസ്മെന്റിലേക്ക് ഒന്ന് നോക്കുന്നുണ്ട്. എന്നാൽ താഴെ ഇറങ്ങിച്ചെന്ന് നോക്കുന്നില്ല. ബാക്കിയുള്ളവരെ ശല്യപ്പെടുത്താതെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരൻ അവിടെ നിന്ന് പോവാണ്. ഇതിന് ശേഷമാണ് ഇവർക്ക് എല്ലാവർക്കും സമാധാനമായത്. രക്ഷപ്പെട്ടു എന്ന് കരുതി നിൽക്കുമ്പോൾ വീണ്ടും അതാ മറ്റൊരാൾ വന്ന് വാതിൽ തട്ടുന്നു. നോക്കുമ്പോ ആരാ? തൊട്ടപ്പുറത്ത് ആ ഒരു ചിക്കൻ ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ നിന്നും ഫ്രൈഡ് ചിക്കനുമായിട്ട് വന്ന അവിടുത്തെ ആ ഒരു സ്റ്റാഫാണ്. അതായത് ഈ നേരത്ത് ഇങ്ങോട്ടേക്ക് ആരാണപ്പാ ചിക്കൻ ഓർഡർ ചെയ്തതെന്ന് നോക്കുമ്പോൾ ഡേവ് അങ്ങോട്ടേക്ക് പറയാണ്, ഞാൻ തന്നെയാണ്. പിന്നെ ജോലി ചെയ്യുമ്പോൾ വിശക്കൂലേ? വിശക്കും. ഇപ്പൊ എല്ലാവരും അവനങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ടെറി ഒരു കാര്യം തീരുമാനിക്കുകയാണ്. അതായത് പുറത്ത് ആരെക്കുള്ളിലേക്ക് വരും എന്ന ആ ഒരു ഭയത്തിൽ ഈ ജോലി ഇവർക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പുറത്ത് നിന്നുകൊണ്ട് ഒരാൾ ആരെക്കുള്ളിലേക്ക് വരുന്നുണ്ട്, ഷോപ്പിന്റെ പുറത്ത് ആരൊക്കെ ഉണ്ട് എന്നുള്ള വിവരം കറക്റ്റ് ആയിട്ട് ഇവർക്ക് ഒരാൾ കൊടുത്തേ മതിയാവുള്ളൂ. അതിനായിട്ട് ടെറി കൊണ്ടുവരുന്നത് അവന്റെ ഷോപ്പിൽ ആ പയ്യനുണ്ടല്ലോ, ബോണിയാണ്. ബോണിയെ കൊണ്ടുവന്നിട്ട് ഈ ബിൽഡിങ്ങിന്റെ ഓപ്പോസിറ്റിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിന്റെ മുകളിൽ ഇരുത്തി അവനൊരു വാക്കി ടോക്കി കൊടുക്കുകയാണ്. എന്തായാലും ഇവർ ഈ നടത്താൻ പോകുന്ന റോബറി ഉണ്ടല്ലോ, ഇതിനെ കറക്റ്റ് ആയിട്ട് ഒരാൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. മറ്റാരുമല്ല, ഏജന്റ് ടീം തന്നെ. കാരണം അവൻ പറഞ്ഞിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏജന്റ് ടിമ്മിനെ കാണാൻ വേണ്ടി സോഫി വന്നിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ദിവസമായിട്ട് ഏജന്റ് എക്സിന്റെ ആ ഒരു ടീമിൽ അവൾ നിന്നിട്ടും യാതൊരു വിവരം അവൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല ഈ ഏജന്റ് എക്സും ഹക്കീമും ഇവരെല്ലാവരും അവരുടെ നാട്ടിലേക്ക് 2 ദിവസം കഴിഞ്ഞാൽ പോവുകയാണ്. അപ്പൊ ഞാനും അവരുടെ കൂടെ പോകാനാണ് പറയുന്നത്. എന്തെങ്കിലും ഇൻഫർമേഷൻ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയാലോ? അപ്പൊ എന്തായാലും അവരുടെ കൂടെ പോകാനുള്ള പെർമിഷൻ ഇപ്പോൾ സോഫിക്ക് ഏജന്റ് ടീം കൊടുക്കുകയാണ്. മാത്രമല്ല അന്ന് വൈകുന്നേരം ആയപ്പോൾ ഈ ടണലിന്റെ പരിപാടിയെല്ലാം ഏകദേശം നിർത്തിവെക്കുകയാണ്. ആ നേരത്ത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മാർട്ടിൻ എപ്പോഴത്തെയും പോലെ തന്നെ അവൾ ആ ഒരു പബ്ബിലേക്ക് പോവാണ്. എന്തിനാണ്? ഏജന്റ് ടിമ്മിനെ കണ്ട് ഇന്നത്തെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്. എന്നാൽ അവൾ അറിയാതെ അവളുടെ പിന്നാലെ തന്നെ ടെറിയും പോകുന്നുണ്ട്. ആ പബ്ബിൽ വെച്ച് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് ടെറി കാണുകയാണ്. എന്നാൽ അവരുടെ ഇടയിലേക്ക് ഇപ്പൊ പോകുന്നില്ല കേട്ടോ. പിന്നീട് ഈ മാർട്ടിനും അതുപോലെ തന്നെ ഏജന്റ് ടീമും രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് പതിയെ ടെറി ചെല്ലുകയാണ്. എന്നിട്ട് മാർട്ടിനോട് ചോദിക്കുകയാണ്, ആരാണത്? നീ അയാളോട് എന്താ സംസാരിക്കുന്നുണ്ടായിരുന്നത്? ഇപ്പൊ മാർട്ടിൻ ഒന്നും അറിയാത്തതുപോലെ പറയാണ്, എനിക്കറിയില്ല, ഞാൻ അയാൾ ആദ്യമായിട്ടാണ് കാണുന്നത്. വെറുതെ ഇന്നത്തെ ദിവസം അയാളുടെ കൂടെ പോകുമോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയാണ്. എന്നാൽ മാർട്ടിൻ പറഞ്ഞത് നുണയാണെന്ന് നന്നായിട്ട് തന്നെ ടെറിക്ക് അറിയാം. എന്നാൽ മറുത്തൊന്നും പറയാതെ ഇപ്പൊ ടെറി അവിടെ നിന്ന് പോവാണ്. ശരി, നീ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് ഞാൻ കണ്ടുപിടിച്ചോളാന്ന് ടെറി മനസ്സിൽ പറയുന്നുണ്ട്. എന്തായാലും രാത്രി ആയപ്പോഴും അവരുടെ ഒരു ടണലിന്റെ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും ബിൽഡിങ്ങിന്റെ പുറത്ത് ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള കാര്യം കറക്റ്റായിട്ട് തന്നെ ബോണി വാക്കി ടോക്കിയിലൂടെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം സംഭവിക്കുകയാണ്. അതായത് ഈ വാക്കി ടോക്കി എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിലല്ലേ. അപ്പൊ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു റേഡിയോ സ്റ്റേഷൻ ഉണ്ട്, ഒരു 10 കിലോമീറ്റർ അപ്പുറമാണ്. അപ്പൊ അവിടേക്കുള്ള ആ ഒരു റേഡിയോ സ്റ്റേഷനിലേക്ക് ഈ ഒരു ഫ്രീക്വൻസി കണക്ട് ആവുന്നുണ്ട്. അതായത് ഇവർ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ അയാൾക്കും കേൾക്കാൻ കഴിയാണ്. അതെന്തായാലും വല്ലാത്തൊരു ട്വിസ്റ്റ് ആയി പോയിട്ടോ. പക്ഷേ ഈ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ടെറി ബോണിയോട് പറഞ്ഞായിരുന്നു, വാക്കി ടോക്കിയിലൂടെ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ആരുടെയും പേര് സംസാരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ ശബ്ദം കേൾക്കുന്ന ആ റേഡിയോക്കാരനുണ്ടല്ലോ, അയാൾക്ക് ഇതാരാണ്, ഇത് എവിടുന്നാ സംഭവിക്കുന്നത്, ഇതൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ ടീമാണെങ്കിൽ തുരങ്കത്തിന്റെ പരിപാടി അത് നല്ല രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പെട്ടെന്നൊരു അപകടം സംഭവിക്കുന്നത്. അതായത് ടെറി ആ ഒരു ടണലിന്റെ ഒരു ഭാഗത്ത് നിന്ന് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ നിൽക്കുന്ന ആ ഒരു ഭാഗം തകർന്ന് താഴേക്ക് വീഴുകയാണ്. അവിടെ ഇതിനടിയിൽ മറ്റൊരു വലിയൊരു ഡ്രെയിനേജ് സിസ്റ്റം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ അത് ഇപ്പൊ ഉണ്ടാക്കിയതൊന്നുമല്ല, 400 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയതാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ഇവരെല്ലാവരും ഞെട്ടിപ്പിച്ചു കളഞ്ഞത് ആ ഡ്രെയിനേജ് സിസ്റ്റം, അതിന്റെ ഉള്ളിലായിട്ട് ഒരുപാട് ആൾക്കാരുടെ അസ്ഥികുടങ്ങൾ ഉണ്ടായിരുന്നു. അതെന്താണെന്നും അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി കേട്ടോ. അതായത് 1650 കാലഘട്ടങ്ങളിൽ പ്ലേഗ് എന്നൊരു രോഗം വല്ലാണ്ട് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അന്ന് ആ രോഗത്തിനെ മാറ്റാനുള്ള ചികിത്സയൊന്നും ഇല്ലായിരുന്നു. ആ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ആളുകളെ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി കളയലാണ് പതിവ്. അങ്ങനെ അന്ന് ആ രോഗം ബാധിച്ച ആൾക്കാരെ ഈ ടണലിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അവരുടെ അസ്ഥികൂടമാണ് ഈ കാണുന്നത്. ആദ്യമൊന്നും ഇവർ ഷോക്കായെങ്കിലും പിന്നീട് അവർ ഹാപ്പി ആവാണ്. കാരണം ഇനി മുന്നോട്ടേക്ക് ഇവർക്ക് തുരങ്കം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഈ ടണൽ പോകുന്നത് ആ ഒരു ബാങ്കിന്റെ അടിയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ബാങ്കിന്റെ അടിയിലേക്ക് ഇവരപ്പം തന്നെ എത്തുകയാണ്. ഇനി നല്ലൊരു കട്ടപ്പാര ഉപയോഗിച്ച് ആ ബാങ്കിന്റെ അടിഭാഗം കുത്തി തുറന്നാൽ മതി. എന്നാൽ അവിടെ നല്ല കട്ടിയുള്ള പാളിയാണ്. അത്ര പെട്ടെന്നൊന്നും അതങ്ങനെ കുത്തി തുറക്കാൻ കഴിയില്ല. അതുകൊണ്ട് നല്ല ഗ്യാസ് കട്ടിംഗ് മെഷീൻ തന്നെ വേണം അത് മുറിക്കണമെങ്കിൽ. അപ്പൊ അതിനായിട്ടുള്ള നല്ലൊരു മെഷീൻ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അത് കട്ട് ചെയ്യുന്ന സമയത്ത് ഉള്ളിലേക്ക് നന്നായിട്ട് പുക കയറുന്നുണ്ട്. ആ പുകയുള്ളത് കൊണ്ട് തന്നെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇവർ പ്രതീക്ഷിക്കുന്നത് പോലെ സാധനങ്ങൾ എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ടെറി പറയാണ്, നാളെ ഈ ബാങ്ക് ലീവ് അല്ലേ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഇന്ന് എന്തായാലും നമുക്ക് തിരിച്ചു പോയിട്ട് നാളെ വന്ന് മോഷണം ആരംഭിക്കാന്ന് പറയാണ്. അതുപോലെ തന്നെ ടെറി ഇപ്പോൾ ബോണിയോട് വാക്കി ടോക്കിയിലൂടെ പറയാണ് ആ ഒരു വാൾട്ടിന്റെ അടുത്തേക്ക് ഇവർ എത്തിക്കഴിഞ്ഞു എന്നുള്ളത്. എന്നാൽ ഇവർ ഈ വാക്കി ടോക്കിയിലൂടെ സംസാരിക്കുന്ന കാര്യം ആര് കേൾക്കുന്നുണ്ട്? ആ റേഡിയോ സ്റ്റേഷനിലുള്ള ആള് കേൾക്കുകയാണ്. അയാൾ അപ്പം തന്നെ ഈ കാര്യം പോലീസിനോട് വിളിച്ച് പറയുന്നുണ്ട്. കാരണം ഇതൊരു റോബറി ആണെന്ന് അയാൾക്ക് മനസ്സിലായി. അവർ പറയുന്നുണ്ടായിരുന്നല്ലോ വാൾട്ടിന്റെ അടുത്തേക്ക് എത്തിയെന്ന്. പോലീസുകാരും വന്നു ആ ഓഡിയോ മുഴുവനായിട്ടും കേൾക്കുകയാണ്. എന്നാൽ എവിടെയാണ്, ഏത് ബാങ്കിലാണ് മോഷണം നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഫ്രീക്വൻസി കിട്ടിയിരിക്കുന്നത് 10 കിലോമീറ്റർ റേഡിയസിൽ നിന്നാണ്. അതായത് 10x2, അതായത് 20 കിലോമീറ്റർ റേഡിയസിലുള്ള ഏരിയയിലുള്ള എല്ലാ ബാങ്കുകളും ഇവരിനി നേരിട്ട് പോയിട്ട്
പോയിട്ട് പരിശോധിക്കണം. ഇതല്ലാതെ പോലീസുകാർക്ക് വേറൊരു വഴിയില്ല. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ബാങ്ക് ആ ഒരു ഏരിയയിലുണ്ട് കേട്ടോ. അവിടെ എല്ലാം പോയിട്ട് ഇവർ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ റോബറിയുടെ ഒരു ശ്രമം അവിടെ കാണുന്നില്ല. എന്നാൽ അപ്പോഴേക്കും പിറ്റേ ദിവസം രാവിലെ ടെറിയും കുട്ടിനും തിരിച്ചു വരികയാണ്. എന്നിട്ട് ബാങ്കിന്റെ ആ ഒരു അടിഭാഗം തുറന്നുകൊണ്ട് മുകളിലേക്ക് കയറി അവരെല്ലാം ഷെൽഫും തുറക്കാൻ തുടങ്ങുകയാണ്. പ്രത്യേകിച്ച് അവർക്കൊരു ടാർഗറ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതേ നേരം തന്നെ ഈ കാര്യം വാക്കി ടോക്കിലൂടെ ഇവർ ബോണിയോട് സംസാരിക്കുമ്പോൾ അതിലൂടെ പോലീസുകാർ ഇത് കേട്ടൊരു കാര്യം മനസ്സിലായി. അവർ അവരുടെ മോഷണം ആരംഭിച്ചു കഴിഞ്ഞു എന്ന്. ഇനി അധികം നേരമില്ല, ഇത് എങ്ങനെയെങ്കിലും ഏത് ബാങ്കാണെന്ന് കണ്ടുപിടിക്കണം. അതിന് എന്തെങ്കിലും ഒരു കുറുക്ക് വഴി ഉപയോഗിച്ചേ മതിയാവുള്ളൂ. അപ്പൊ പോലീസുകാർ അതിനു വേണ്ടി ഒരു വഴി ഉപയോഗിക്കുന്നുണ്ട്. അതായത് എല്ലാ ബാങ്കിന്റെ മുന്നിലൂടെയും ഒരു ആംബുലൻസിനെ കൊണ്ടുപോവുക, ഒരിത്തിരി നേരം അത് അവിടെ നിർത്തിയിടുക. അപ്പൊ ഈ കള്ളന്മാര് അവരുടെ ബാങ്കിന്റെ മുന്നിൽ ഇതുപോലെ ആംബുലൻസ് കാണുമ്പോൾ അതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാലോ. സോ അത് കേൾക്കുന്ന നേരത്ത് പോലീസുകാർക്ക് ഇവരേത് ബാങ്കിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതേ നേരം തന്നെ ടെറിയും അവന്റെ കൂട്ടുകാരും കൂടിയിട്ട് പരമാവധി ലോക്കറുകൾ തുറന്ന് അതിനുള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് ഇടുകയാണ്. എന്നാൽ മാർട്ടിൻ മാത്രം കറക്റ്റായിട്ട് 118 എന്ന് പറഞ്ഞൊരു ലോക്കർ പോയിട്ട് തുറക്കുന്നുണ്ട്. ഇത്രയും നേരം മാർട്ടിൻ എന്താ ചെയ്യുന്നതെന്ന് പോലും ശ്രദ്ധിക്കാതെ ടെറി ഇപ്പൊ അത് ശ്രദ്ധിക്കുകയാണ്. നേരെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവൾ ആ ഒരു ഷെൽഫ് തുറന്നെടുത്ത ഒരു ചെറിയൊരു ഫയൽ ഉണ്ട്, അത് പെട്ടെന്ന് തന്നെ ടെറി മേടിക്കുകയാണ്. പിന്നീട് അത് തുറന്നു നോക്കുന്ന സമയത്ത് അതിനുള്ളിൽ നിന്നും കുറച്ചധികം ഫോട്ടോസ് കിട്ടുകയാണ്. ആ ഫോട്ടോ കണ്ട് ടെറിയും മാർട്ടിനും ഒരുപോലെ ഞെട്ടുന്നുണ്ട്. കാരണം അത് ആരുടെ ഫോട്ടോ ആണെന്ന് അറിയോ? അതായത് ആ രാജ്യത്തിന്റെ തന്നെ അധികാരി എന്ന് പറയുന്നത് ക്യൂനാണ്. ക്യൂനിന്റെ മകളുടെ നഗ്നമായ ഫോട്ടോസ്. ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കരമായിട്ടുള്ള എന്തുണ്ട്, ഒരു സ്വീകാര്യത ഉണ്ട്. അതായത് അത് കണ്ടാൽ ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ഒറിജിനൽ ആണ്. അതായത് രാജ്ഞിയുടെ മകളുടെ ഫോട്ടോ ഇതിങ്ങനെ പബ്ലിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരാകെ നാണം കെടും. രാജകുടുംബം നാറുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഗവൺമെന്റിനെ തന്നെ തകർക്കാൻ പാകത്തിനുള്ള ഒരു കാര്യമാണ്. സോ അതുകൊണ്ടാണ് ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് ടിമ്മും അവന്റെ മേലുദ്യോഗസ്ഥരും കൂടെ ഇങ്ങനെ ഒരു റോബറി നടത്തി ആ ഫോട്ടോസ് റീകവർ ചെയ്യാൻ നോക്കിയത്. എന്നാൽ ഇതേ നേരം തന്നെ പുറത്ത് പോലീസുകാർ വന്നിട്ടുണ്ട്. അവരുടെ കൂടെ തന്നെ ബാങ്കിന്റെ മാനേജർ ഉണ്ട് കേട്ടോ. ഇവര് നേരെ ഈ ലോയിഡ് എന്ന് പറഞ്ഞ ബാങ്കിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇതിനുള്ളിൽ മോഷണം നടക്കുകയാണ് എന്ന് അറിഞ്ഞിട്ട് വന്നൊന്നുമല്ല, എല്ലാ ബാങ്കും ചെക്ക് ചെയ്യുന്നത് പോലെ ഇങ്ങോട്ടേക്ക് വന്നു എന്നേ ഉള്ളൂ. ഇങ്ങനെ മാനേജറെയും കൂട്ടി നേരെ ബേസ്മെന്റിലെ ആ ലോക്കറിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ വന്ന് നോക്കുമ്പോൾ ലോക്കറിന് യാതൊരു പ്രശ്നവുമില്ല. അതായത് കള്ളന്മാർ ഇവിടെ വന്നിട്ടില്ല. അതായത് ഇവർ വിചാരിക്കുന്നത് ലോക്കർ തകർത്തുകൊണ്ട് കള്ളന്മാർ ഉള്ളിലേക്ക് വന്നു എന്നാണ്. എന്നാൽ അങ്ങനെയല്ലല്ലോ, അവന്മാർ വന്നത് ഇതിനടിയിലൂടെയല്ലേ, തുരങ്കുണ്ടാക്കിയിട്ടല്ലേ. അതുപോലെ തന്നെ ഈ ലോക്കർ തുറക്കാൻ വേണ്ടി പോലീസുകാർ പറഞ്ഞ സമയത്ത് മാനേജർ പറയണം അത് പറ്റില്ല, വർക്കിംഗ് ഡേയ്സിൽ മാത്രമേ ഇത് തുറക്കാൻ കഴിയുള്ളൂ. എന്തായാലും ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ, നിങ്ങൾ പൊയ്ക്കോന്ന് പറയണം. ഇതെല്ലാം കേട്ടുകൊണ്ട് ഉള്ളിൽ പേടിച്ചിരിക്കുകയായിരുന്നു ടെറിയും അവന്റെ കൂട്ടുകാരും കൂടെ. അതായത് എങ്ങാനും ഇവർ ഈ ഒരു ലോക്കർ തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും പെടും. എന്നാൽ എന്തോ ഭാഗ്യത്തിന് ഇത് തുറക്കാതിരുന്നു, പോലീസുകാർ തിരിച്ചും പോയി. എന്നാൽ ഇതോടുകൂടിയിട്ട് ടെറി ഒരു കാര്യം തീരുമാനിക്കുകയാണ്, മതി ഇപ്പൊ എടുത്തില്ലേ, അത്ര മതി, ഇതുമായിട്ട് നമ്മൾ തിരിച്ചു പോവാണ്, മിഷൻ അബോർട്ട്. ഈ ഒരു കാര്യം ബോണിയോട് പറയാൻ നിൽക്കുകയാണ്. അതുപോലെ തന്നെ പുറത്തെ കാര്യങ്ങൾ എന്താണെന്ന് ബോണി തിരിച്ചു പറയാൻ നിൽക്കുമ്പോൾ അവന്റെ കയ്യിൽ നിന്നും ആ വാക്കി ടോക്കി താഴേക്ക് വീണു പോവാണ്. ഇതേ നേരത്താണ് പോലീസുകാർ എവിടെയാണ് കള്ളന്മാർ കയറിയത് എന്നറിയാൻ വേണ്ടി ഒരു കുറുക്ക് വഴി ഉപയോഗിച്ചല്ലോ. അതായത് ആംബുലൻസ് കൊണ്ടുവന്നിട്ട് ഓരോ ബാങ്കിന്റെ മുന്നിൽ നിർത്താന്ന്. ഈ സമയത്ത് ആ ആംബുലൻസ് വന്നു നോക്കുന്നത് ഇവര് മോഷണം നടത്തുന്ന ഈ ബാങ്കിന്റെ മുന്നിലാണ്. ആംബുലൻസ് ഒരു ഇച്ചിരി നേരം അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇതുപോലെ ഒരു ആംബുലൻസ് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് എന്ന് പറയാനായിട്ട് ബോണിയുടെ കയ്യിൽ ഇപ്പൊ എന്തില്ല, വാക്കി ടോക്കില്ല, അത് താഴേക്ക് വീണു പോയില്ലേ. എന്നാൽ ശരിക്കും അതൊരു ഭാഗ്യമായിരുന്നു കേട്ടോ. കാരണം അവിടെ എത്തിയപ്പോഴും ഈ കള്ളന്മാരൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ ബാങ്കും എല്ലാന്ന് കരുതിയിട്ട് ആംബുലൻസ് അവിടെ നിന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ആ ഒരു വാക്കി ടോക്കി ഈ സമയത്ത് തന്നെ താഴേക്ക് വീണത് എന്തായാലും നന്നായി. പിന്നീട് ടെറിയും അതുപോലെ തന്നെ അവന്റെ കൂട്ടുകാരും കൂടെ അവർ മോഷ്ടിച്ച എല്ലാ സാധനങ്ങളും നേരെ അവരുടെ ഷോപ്പിലേക്ക് കൊണ്ടുവന്ന് പിന്നെ അത് കാർ പാർക്കിങ്ങിലേക്ക് കൊണ്ടുപോയി അവരുടെ വാഹനത്തിൽ കയറ്റി പെട്ടെന്ന് തന്നെ ആ ഒരു വണ്ടി അവിടെ ഇറങ്ങുകയാണ്. എന്നാൽ അവരുടെ വണ്ടി ഇറങ്ങിയ വാർഡ് തന്നെ അവരുടെ വണ്ടിയെ ഫോളോ ചെയ്യാനായിട്ട് ഏജന്റ് ടിമ്മിന്റെ ആൾക്കാർ അവിടെ കാത്തിരിക്കുകയായിരുന്നു. കാരണം ഈ മോഷണം നടത്താൻ അവരെ ഏൽപ്പിച്ചത് തന്നെ ഇവന്മാരല്ലേ. എന്തായാലും കാർ അവിടുന്ന് പോയ സമയത്ത് ഏജന്റിന്റെ ആൾക്കാർ അതിനെ ഫോളോ ചെയ്ത് കറക്റ്റ് അതിനെ പിടിക്കുകയാണ്. എന്നാൽ ആ കാറിൽ ഉണ്ടായിരുന്നത് ടെറിയോ അവന്റെ കൂട്ടുകാരായിരുന്നില്ല. ടെറി ശരിക്കും ഏജന്റ് ടിമ്മിന്റെ ആൾക്കാരെ കബളിപ്പിച്ചതാണ്. ടെറിയുടെ പ്ലാൻ മറ്റൊരു വാഹനത്തിൽ കയറി പുറത്തേക്ക് വരലായിരുന്നു. എന്നാൽ ആ കാര്യം ടീമിലുള്ള മറ്റാർക്കും അറിയില്ലായിരുന്നു, പ്രത്യേകിച്ച് മാർട്ടിന്. അങ്ങനെ മോഷ്ടിച്ച എല്ലാ സാധനവും ആ വണ്ടിയിൽ കയറ്റിയിട്ട് അവിടുന്ന് ടെറി നൈസായിട്ട് എസ്കേപ്പ് ആവാണ് കേട്ടോ. എന്നിട്ട് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് ഇവർ മോഷ്ടിച്ച എല്ലാ സാധനവും നൈസായിട്ട് വീതിക്കുകയാണ്. ആദ്യം തന്നെ കുഴി തോണ്ടാൻ വന്ന എഡ്ഡി ഉണ്ടല്ലോ, അതുപോലെ തന്നെ ബോബ് എന്ന് പറഞ്ഞ അപ്പാപ്പൻ, ഇവർ രണ്ടുപേരെയും സെറ്റിൽ ചെയ്ത് പറഞ്ഞേക്കാണ്. അതുപോലെ ഇവർ കട്ടുകൊണ്ട് വന്ന ഈ മുതലിന്റെ ഇടയിൽ വേറെ ചില കാര്യങ്ങളുണ്ടായിരുന്നു, ചില ഫോട്ടോസ്, പുസ്തകങ്ങൾ. അതിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് ഡേവ് എടുത്ത് നോക്കുകയാണ്. അത് കണ്ട് അവൻ തന്നെ ആകെ നാണിച്ചു പോണ്. അയ്യേ, ഇത് നമ്മുടെ ആ ഒരു മന്ത്രിയല്ലേ, അതായത് ശാന്തയുടെ അടുത്തേക്ക് ലേഡീസിന് ഇതാക്കാൻ വേണ്ടി പോയ ആ ഒരു മന്ത്രി ഉണ്ടല്ലോ. ആ നേരത്ത് അയാളുടെ കുറെ ഫോട്ടോസ് ശാന്ത എടുത്തു വെച്ചായിരുന്നല്ലോ. ആ ഫോട്ടോസ് ആണ് ഇപ്പൊ ഡേവ് കാണുന്നത്. എന്തുവാ ഇത്, ഇയാളുടെ ഒക്കെ ഒരു കഴപ്പ്. അങ്ങനെ കുറെ ഫോട്ടോസ് ഇവർക്ക് അവിടുന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് ശാന്തയുടെ ലോക്കറിൽ നിന്നെടുത്ത രഹസ്യമായ ഫോട്ടോസ്. ഈ നേരത്താണ് ഇവരുടെ ടീമിലുള്ള കെവിൻ, അതായത് ആ മുടി നീട്ടിയ പയ്യനുണ്ടല്ലോ, ഇവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് അവിടെ മോഷ്ടിക്കാൻ പോയതിൽ പിന്നെ ടെറിയും മാർട്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല. രണ്ടുപേരും രണ്ട് ഭാഗത്തായിട്ട് മാറി നിൽക്കുകയാണ്. അപ്പൊ കെവിൻ എന്താ കാര്യം എന്ന് ടെറിയോട് ചോദിക്കുമ്പോൾ ടെറി ആ ഫോട്ടോസ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഏത് ഫോട്ടോസ്? മാർട്ടിൻ 118 എന്ന് പറഞ്ഞ ലോക്കർ തുറന്നെടുത്ത അതിലുണ്ടായിരുന്ന ഫോട്ടോസ്. ഇത് കണ്ട സമയത്ത് മൂക്കത്തും
മുഖത്തും കൈയും വെച്ച് കെവിൻ ഞെട്ടിയിട്ട് പറയാണ്, എന്റെ അമ്മേ ഇതെങ്ങാനും നമ്മുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാത്തിന്റെയും തല പോകും. ഇവിടുത്തെ ക്യൂൻ അവരുടെ മകളുടെ ഫോട്ടോ ആണത്. ഈ സമയത്ത് ടെറി പറയാണ്, ശരിക്കും ഈ മോഷണം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ദാണ്ടെ ഈ മാർട്ടിനാണ്. എന്തിനാണെന്നറിയോ? ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇവരെല്ലാവരും ചോദിക്കുന്നുണ്ട്, സത്യം പറ മാർട്ടിൻ, നീ എന്താണ് ശരിക്കും പ്ലാൻ ചെയ്യുന്നത്? എന്താണ് നിനക്ക് വേണ്ടത്? അപ്പൊ മാർട്ടിൻ ഉള്ള കാര്യങ്ങൾ പറയാണ്. എയർപോർട്ടിൽ വെച്ച് അവളുടെ കയ്യിൽ നിന്നും ഡ്രഗ്സ് പൊക്കിയപ്പോൾ അവള് ഹെൽപ്പ് ചെയ്തത് ഏജന്റ് ടിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു. അയാളാണ് ഇതുപോലൊരു ജോലി ചെയ്യാനായിട്ട് എന്നെ ഏൽപ്പിച്ചത്. പക്ഷേ ഇതിങ്ങനെയുള്ള ഒരു ഫോട്ടോ ആയിരിക്കുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ നിങ്ങൾ ആരും പേടിക്കേണ്ട, ഈ ഫോട്ടോസ് മാത്രം ആ ഏജന്റ് ടീമിന് കൊടുത്താൽ മതി. ബാക്കി നമ്മൾ മോഷ്ടിച്ച എല്ലാം നമുക്ക് കൊണ്ടുപോകാം. നമുക്ക് വേറൊരു പ്രശ്നം ഉണ്ടാവില്ലാന്ന്. ഈ നേരത്തെ ടെറി പറയാണ്, എന്റെ മാർട്ടിനെ നീ ഒരു മണ്ടിയായി പോയല്ലോ. ഇത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ഫോട്ടോസ് അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഇത് അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവർ ജീവനോട് വെക്കുമെന്ന് നിനക്ക് എന്താ ഉറപ്പ്? ഉറപ്പായിട്ടും ഇത് അവരുടെ കയ്യിൽ കിട്ടിയാൽ നമ്മളെല്ലാവരും അവർ തട്ടിക്കളയും. നീയോ ഒരു മണ്ടെത്തി, നീ ഒരു ട്രാപ്പിൽ ചെന്ന് ചാടി, അതിലേക്ക് ഞങ്ങളെ കൂടെ വലിച്ചെഴക്കണമായിരുന്നു. ഇത് കേട്ട സമയത്ത് ഡേവ് പറയണം, അയ്യോ മച്ചാനെ, ഞാൻ ഇനി നിങ്ങളുടെ കൂടെ ഇല്ല കേട്ടോ, എന്തായാലും എന്റെ വിഹിതം എടുത്തുകൊണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ അപ്പൊ തന്നെ ടെറി പറയുന്നുണ്ട്, ഡേവേ ഒറ്റയ്ക്ക് പോലെ പണി കിട്ടുമെന്ന്. എന്നാൽ അത് കേൾക്കാതെ ഡേവ് അവിടുന്ന് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ലോയിഡ് എന്ന ഈ ബാങ്കിൽ മോഷണം നടന്ന കാര്യം ഒരുപാട് ആൾക്കാർ അറിഞ്ഞു കേട്ടോ. എല്ലാവരും രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് ഓടിക്കെത്തിച്ച് വരികയാണ്. പ്രധാനമായിട്ടും ഏജന്റ് ടിം, പിന്നെ മറ്റേ ശാന്ത, അവളുടെ ഒരുപാട് പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ഇവിടുത്തെ ലോക്കറിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഗിൾ, അയാളുടെ കയ്യിൽ ഒരു ഡയറി ഉണ്ടല്ലോ, ഓരോ പോലീസുകാർക്കും കൊടുത്തതിന്റെ, കൈക്കൂലി കൊടുത്തതിന്റെ കണക്ക് അതിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതൊന്നും ഒരിക്കലും അയാൾക്ക് നഷ്ടപ്പെടാൻ പറ്റില്ല. പിന്നെ മൈക്കിൾ എക്സിന്റെ ആൾക്കാർ, കാരണം അവന്മാരുടെ തുറുപ്പ് ചീട്ടായിട്ടുള്ള ആ ഒരു ഫോട്ടോ, ഇതൊക്കെ നഷ്ടമായിരിക്കുകയാണ്. അതായത് ഇവിടെ ഒരു ഭൂകമ്പം തന്നെ നടക്കും. ഇതിനുശേഷം നമ്മുടെ ടെറിയും മാർട്ടിനെയാണ് കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്തിലേക്ക് ചെന്നിട്ട് മാർട്ടിൻ ഇപ്പോൾ ഏജന്റ് ടിമ്മിനെ വിളിക്കണം. എടാ, എനിക്കിട്ട് നീ നല്ല പണിയാണ് തന്നിരിക്കുന്നത്, എന്തായാലും ഞാൻ പെട്ടു, എനിക്ക് ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും ഊരണം, അതുപോലെ തന്നെ എന്റെ കൂട്ടുകാർക്കും. അതുകൊണ്ട് നാളെ ഞാൻ പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് നീ വരണം എന്ന് പറയണം. ഏജന്റ് ടിം അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 10 മണിക്കാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞത്. അപ്പൊ തന്നെ ടീം അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ആ നേരത്ത് അങ്ങോട്ടേക്ക് ടെറിയും വരികയാണ്. ടെറി വന്ന പാടിനെ പറയുന്നത്, ഞങ്ങൾക്കിട്ട് നല്ല പണിയാണ് നിങ്ങൾ തന്നത്, എന്തായാലും ഞങ്ങൾ പെട്ടു, ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കണമെങ്കിൽ ഞങ്ങൾ തന്നെ വിചാരിക്കണ്ടേ. അതുപോലെ ഈ ഫോട്ടോസ് ഒന്ന് കണ്ടേന്ന് പറഞ്ഞിട്ട് ചില ഫോട്ടോസ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ ആരൊക്കെയാ? ഇവിടുത്തെ പ്രധാന ഉദ്യോഗസ്ഥര്, അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയക്കാര്, ഇവന്മാരെല്ലാവരും ശാന്തയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ആ ഫോട്ടോസ് ഒക്കെ അവൾ എടുത്തു വെച്ചിട്ടുണ്ട്. സോ ഇത് കാണിച്ചിട്ട് ഈ പേജൻ ടീമിനോട് പറയണം, ഇതുപോലെ വേറെയും കുറെ ഫോട്ടോസ് ഉണ്ട്, അതുപോലെ നിങ്ങൾ പേടിക്കുന്ന രാജ്ഞിയുടെ മകളുടെ ഫോട്ടോസ് എന്റെ കയ്യിലുണ്ട്, ഇതെല്ലാം ഞാൻ തിരിച്ചു തരാം, എനിക്കൊന്നും വേണ്ട, പക്ഷേ 3 കണ്ടീഷൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുന്ന് പുറത്തേക്ക് പോകണം, അതുകൊണ്ട് പാസ്പോർട്ട് ആവശ്യമാണ്. പിന്നെ മീഡിയ, അവരുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു കൺട്രോൾ വെക്കണം, കാരണം ഈ ഒരു ന്യൂസ് വല്ലാതെ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ അവസാനം അത് ഞങ്ങളുടെ പെരടിയിലേക്ക് തന്നെ വരും. സോ വാർത്ത അധികമായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആവരുത്. ഇനി മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഒരു കാരണവശാലും ഈ ഒരു റോബറി കേസുമായി ബന്ധപ്പെട്ട് എന്നെയോ എന്റെ കൂട്ടുകാരെയോ നിങ്ങൾ ഇനി ചോദ്യം ചെയ്യാൻ പാടില്ല. ഞങ്ങൾ ഇതിൽ നിന്നും ഒഴിവാക്കി തരണം. അത് നിങ്ങൾ വെറുതെ വായ കൊണ്ട് പറഞ്ഞാൽ പോരാ, നിങ്ങളുടെ ഏറ്റവും ഹയർ ഒഫീഷ്യൽ ഉണ്ടല്ലോ, അദ്ദേഹത്തിനെ കൊണ്ട് ഒരു ലെറ്റർ എഴുതിപ്പിച്ച് ഗവൺമെന്റ് സീൽ ചെയ്ത് അദ്ദേഹത്തിന്റെ തന്നെ സൈൻ ചെയ്തിട്ട് ആ ലെറ്റർ എനിക്ക് വേണമെന്ന് പറയണം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞങ്ങളത് തിരിച്ചു തരാമെന്ന് പറയണം. ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ടീമിന് അറിയുന്നില്ല, എന്തായാലും ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം എന്ന് പറയണം. ഇതിനുശേഷം ടീം നേരെ പോകുന്നത് എങ്ങോട്ടേക്കാണ്? നാഷണൽ സെക്യൂരിറ്റി ഓഫീസിലേക്കാണ്. അവന്റെ ഹയർ ഒഫീഷ്യലിനെ കാണുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് വേറെ എന്ത് ചെയ്യാനാ, നമുക്ക് വേറൊരു മാർഗ്ഗമില്ല, എങ്ങനെയെങ്കിലും ഫോട്ടോസ് മുഴുവൻ നമ്മുടെ കയ്യിൽ കിട്ടണം. ടെറി പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തു കൊടുത്തേക്കാം. അതുപോലെ ഇതിനിടയിൽ വേറൊരു സംഭവം കൂടെ നടക്കുന്നുണ്ട്. അതായത് വോഗിൾ, ആൾ അത്യാവശ്യം നന്നായിട്ട് ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആളാണ്. ഇയാളുടെ ഡയറി മിസ്സായിട്ടുണ്ട്, ഒരിക്കലും അയാൾക്ക് അത് മിസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ വോഗിളും അയാളുടേതായ ഭാഗത്തു നിന്നുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. അതായത് അന്ന് ബാങ്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഈ ഡേവിനെയും അതുപോലെ തന്നെ കെവിനെയും ഒരു സംശയാസ്പദമായ രീതിയിൽ കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഡേവിനെ ഇയാൾക്ക് നേരത്തെ ചെറിയൊരു പരിചയമുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ ആദ്യം പോയിട്ട് പോക്കുന്നത് ഡേവിനെയാണ്. നല്ല അടി എന്ന് പറഞ്ഞാൽ കണ്ണെന്ന് പൊന്നീച്ച പറഞ്ഞ അടി അവന് കിട്ടുന്നുണ്ട്. അന്ന് എന്നെ ടെറി പറഞ്ഞാണ് ഒറ്റയ്ക്ക് പോകാൻ നിൽക്കേണ്ട, പണി കിട്ടുമെന്ന്. പണി കിട്ടി, നല്ല അടി കിട്ടിയ സമയത്ത് ഡേവ് എല്ലാ കാര്യങ്ങളും ഇപ്പൊ വോഗിളിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. സോ വോഗിൾ ഇപ്പൊ നേരെ പോകുന്നത് ടെറിയുടെ ആ ഒരു കാർ വർക്ക്ഷോപ്പിലേക്കാണ്. അവിടെ ടെറി ഉണ്ടായിരുന്നില്ല, എന്നാൽ അവിടെ നമ്മുടെ ബോണി ഉണ്ടായിരുന്നു, ടെറിയുടെ മറ്റേ ആ ഒരു അസിസ്റ്റന്റ് ഉണ്ടല്ലോ, അവൻ തന്നെ. അവനെ തൂക്കിയെടുത്തുകൊണ്ട് ഇപ്പൊ വോഗിളിന്റെ ആൾക്കാർ പോകണം. മാത്രമല്ല ഈ ബോണിയും അതുപോലെ തന്നെ ഡേവിനെയും കിട്ടണമെങ്കിൽ ടെറിയോട് വോഗിളിനെ വിളിക്കാൻ വേണ്ടി നമ്പറും കൊടുത്ത് അവരവിടുന്ന് പോവാണ്. അതുപോലെ തന്നെ വോഗിളിന് ഒരുവിധം കാര്യങ്ങളൊക്കെ ഇപ്പൊ മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇപ്പൊ നാട്ടിലില്ലാത്ത മൈക്കിൾ എക്സിനെ വോഗിൾ വിളിക്കുന്നുണ്ട്. എന്നിട്ടൊരു കാര്യം പറയാണ്, മൈക്കിൾ എക്സ്, നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടാ, എന്തായിരുന്നു നിന്റെ തുറപ്പ് ചീട്ടെന്ന് മനസ്സിലായി. ആ ഫോട്ടോസിന്റെ അവസ്ഥ ഇപ്പൊ എന്താണെന്നറിയോ? കുറച്ച് കള്ളന്മാര് ബാങ്കിൽ നിന്നും അത് അടിച്ചു മാറ്റി, എന്റെയും കുറച്ച് സാധനം പോയിട്ടുണ്ട്. എന്തായാലും മോനെ മൈക്കിളെ, നിന്റെ പണി ഇപ്പൊ പോവും കേട്ടാ. ആ ഫോട്ടോ നിന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏത് നിമിഷവും പോലീസ് നിന്നെ വന്ന് പൊക്കാം. ഈ നേരത്തെ ചെറുതായിട്ടൊന്ന് ടെൻഷനായി മൈക്കിൾ പറയാണ്, വോഗിൾ എത്രയും പെട്ടെന്ന് നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ആ കള്ളന്മാർ ആരാണെന്നൊന്ന് കണ്ടുപിടിക്കുക, അവന്മാരെ പൊക്കെന്ന് പറയണം. പിന്നീട് ഫോൺ കട്ട് ചെയ്യാണ്. ഇപ്പൊ ഈ മൈക്കിൾ എക്സ് ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. ഈ സമയത്താണ് ഇവന്റെ മുറിയിലേക്ക് വന്നപ്പോൾ മറ്റൊരു കാര്യം മൈക്കിൾ കാണുന്നത്. അതായത് സോഫ
സോഫി ഉണ്ടല്ലോ അവന്റെ മുറിയൊക്കെ അങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവരുടെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്ന ആ ഫോട്ടോയുടെ കോപ്പി ഇവരത് വേറെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സോഫി ഇപ്പൊ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ആ കാര്യം ആര് കണ്ടു? മൈക്കിൾ കാണുകയാണ്. അതായത് പണ്ടേ മൈക്കിളിന് ഇവളെ ഒരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ കൈയോടെ പൊക്കിയല്ലോ. അടുത്ത സീനിൽ കാണിക്കുന്നത് ടെറിയാണ്. ടെറി ഇപ്പോ ബോണിയുടെ ഒരു ഗേൾ ഫ്രണ്ട്, അതായത് ഭാര്യ തന്നെ, ഭാര്യ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവനെ തട്ടിക്കൊണ്ടുപോയി അവന് തിരിച്ചു വേണമെങ്കിൽ ഒരു നമ്പർ തന്നിട്ടുണ്ട്, അതിലേക്ക് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ ആ ഒരു നമ്പറിലേക്ക് നമ്മുടെ ടെറി വിളിക്കുന്നുണ്ട് കേട്ടോ. എടുത്തത് മറ്റാരുമല്ല, വോഗൽ തന്നെയാണ്. ഇപ്പൊ വോഗലിനോട് ടെറി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് എന്റെ പിള്ളേരെ കൊണ്ടുപോയത്? നമ്മൾ എന്ത് തെറ്റാ ചെയ്തത്? ഇതേ സമയത്തിന് വോഗൽ പറയാണ്, എന്ത് തെറ്റാന്ന്? നിങ്ങൾ ആ ബാങ്കിൽ നിന്ന് മോഷണം നടത്തിയില്ലേ? അവിടെ വെച്ച് എന്റെ ഒരു ഡയറി കാണാതായിട്ടുണ്ട്, അതെനിക്ക് വേണമെന്ന് പറയണം. ഇപ്പൊ ടെറി പറയണം, ഏത് ഡയറി? ഞങ്ങൾ ഡയറി ഒന്നും എടുത്തിട്ടില്ല, വെറുതെ മോനെ പറ്റിക്കാൻ നോക്കണ്ടെന്ന് വോഗൽ പറയണം. ഈ സമയത്ത് ടെറി പറയാണ്, നീ പറ്റിയെങ്കിൽ ആ ഫോൺ അവന്റെ കയ്യിൽ കൊടുക്ക്, ഡേവിന്റെ കയ്യിൽ. ഇപ്പൊ ഡേവിന്റെ കയ്യിൽ ഫോൺ കൊടുത്ത സമയത്ത് ടെറി പറയാണ്, എടാ ഡേവേ, ഇവന്മാർ ഏത് ഡയറിയുടെ കാര്യം പറയുന്നത്? എനിക്കൊന്നും അറിയില്ല എന്ന് പറയണം. അതായത് സത്യത്തിൽ ഈ വോഗലിന്റെ ഡയറിനെ കുറിച്ച് ഇവർക്ക് വലിയ ധാരണയൊന്നുമില്ല. അവിടുന്ന് കുറെ സാധനം എടുത്തുകൊണ്ടെന്നില്ലേ, ആ കൂട്ടത്തിൽ ആ ഡയറി ഉണ്ടായിരുന്നു, അത് ഇവർ നോക്കിയിട്ടേ ഇല്ല. എന്നാൽ ടെറിയുടെ ഈ മറുപടി കേട്ട സമയത്ത് വോഗലിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അയാളൊന്നും നോക്കിയില്ല, അപ്പൊ തന്നെ ഡേവിനെ ഒറ്റ പിടിക്ക് കൊന്നുകളയാണ്. ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന ബോണി വരെ ഞെട്ടിപ്പോകുന്നുണ്ട്. ടെറിയും ആകെ ഞെട്ടിപ്പോയി. അതായത് ഒറ്റയടിക്ക് ഇവൻ ഇങ്ങനെ കൊല്ലുന്നു വിചാരിച്ചില്ല. അതായത് വോഗൽ ഒരു മനസാക്ഷിയില്ലാത്തൊരു മനുഷ്യനാണ്. അതുപോലെ തന്നെ വോഗൽ ഇപ്പൊ ടെറിയോട് പറയാണ്, എനിക്ക് എന്റെ ഡയറി വേണം. അതുപോലെ തന്നെ മൈക്കിൾ എക്സിന്റെ ആ ഒരു ഫോട്ടോസ് ഉണ്ടല്ലോ, അതും എനിക്ക് വേണം. അത് കൊണ്ടുവന്നാൽ നിന്റെ മറ്റേ കൂട്ടുകാരനെ ഞാൻ വേണമെങ്കിൽ വിട്ടുതരാന്ന് പറയണം. പിന്നീട് ഫോൺ കെട്ടുകയാണ്. ഇപ്പൊ ടെറിക്ക് മനസ്സിലാവുന്നില്ല ഏത് ഡയറി. അതുകൊണ്ട് തന്നെ മോഷ്ടിച്ച ആ സാധനങ്ങളുണ്ടല്ലോ അതിൽ പോയിട്ട് ആ ഡയറി ഉണ്ടോന്ന് പരിശോധിക്കുകയാണ്. നോക്കിയ സമയത്ത് ഒരു പഴയ ഡയറി കിട്ടുന്നുണ്ട്. അത് തുറന്ന് നോക്കിയ സമയത്ത് ഈ വോഗൽ ഓരോ പോലീസുകാർക്കും കൊടുത്ത കൈക്കൂലിയുടെ കണക്കായിരുന്നു അതിലുണ്ടായിരുന്നത്. പിന്നീട് അതിനുശേഷം ടെറി ഇപ്പോൾ വോഗലിനെ വിളിക്കുകയാണ്. വോഗലെ, നിങ്ങളുടെ ആ ഒരു ഡയറി എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഓരോ പോലീസുകാർക്കും എന്ത് കൊടുത്തു എന്നുള്ള ഒരു കണക്ക് എഴുതി വെച്ച ബുക്കല്ലേ, അതെന്റെ കയ്യിലുണ്ട്. എന്നാലും എന്റെ കൂട്ടുകാരനെ നീ കൊല്ലുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതിനുള്ള പണി നോക്കട്ടെ, ഞാൻ പറ്റുകയാണെങ്കിൽ നിനക്ക് തരും. നീ പണിയാൻ പറ്റിയെങ്കിൽ പണിയടാ എന്നൊരു പേടിയില്ലാതെ വോഗൽ പറയാണ്. ഇതേ സമയത്ത് തന്നെ ടെറി പറയുന്നുണ്ട്, നിനക്ക് വേണ്ടത് ആ ഒരു ഡയറിയും ആ ഫോട്ടോസും അല്ലേ, നാളെ 11 മണിക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാ, അവിടെ വെച്ച് തരാന്ന് പറയാണ്. ശരി, നമുക്ക് നാളെ കാണാമെന്നും വോഗൽ പറയാണ്. അതിനിടയിൽ എന്തെങ്കിലും ഒപ്പിക്കാൻ നോക്കിയാൽ ഇവന്റെ കാര്യം കൂടെ അറിയാലോ, തീർത്ത് കളയും ഞാൻ. എന്തായാലും ഇതിനുശേഷം ചെറുതായിട്ടൊന്ന് പതറിപ്പോയ നമ്മുടെ ടെറി ആദ്യം തന്നെ കാണാൻ പോകുന്നത് ഏജന്റ് ടിമ്മിനെയാണ്. ടിമ്മ് വിളിച്ചിട്ടാണ് ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലേക്ക് ടെറി വന്നിരിക്കുന്നത്. അതായത് ടെറി പറഞ്ഞ 2 കാര്യങ്ങളും അവർക്ക് ഓക്കെയാണ്. അതുപോലെ അവസാനം പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അതായത് അവരുടെ പേരിൽ യാതൊരു കേസോ അന്വേഷണം വരില്ല എന്ന രീതിയിൽ ഗവൺമെന്റ് ഒഫീഷ്യൽ തന്നെ എഴുതി കൊടുത്ത ഒരു ലെറ്റർ, അതും ഇപ്പൊ അവന് കൈമാറുന്നുണ്ട്. ഈ സമയത്താണ് ടെറി പറയുന്നത്, ഇതുപോലെ ഒരുത്തൻ എന്നെ വിളിച്ചായിരുന്നു, എന്റെ കൂട്ടുകാരനെ അവൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്, അവർക്കും നിങ്ങൾ ഈ പറയുന്ന ഫോട്ടോസ് വേണമെന്നാ പറയുന്നത്. ഇത് കേട്ടപാട് ഏജന്റ് ടിമ്മിന് ദേഷ്യം വരികയാണ്. അതൊന്നും എനിക്ക് അറിയണ്ട, നിനക്ക് വേണ്ടി ഈ 3 കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാൻ പോവാണ്. അപ്പൊ അതിന് പ്രത്യുപകാരമായിട്ട് നീ ആ ഫോട്ടോസ് ഞങ്ങൾക്ക് തന്നിരിക്കണം. അത് തന്നിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഞങ്ങൾ പിൻവലിക്കും. നാളെ കൃത്യം ഒരു 10-10:30 ആകുമ്പോൾ ഞാൻ ഇവിടെ എത്തും, എനിക്ക് ആ ഫോട്ടോസിന്റെ കയ്യിൽ കിട്ടണം എന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ടെറി അവിടുന്ന് പോകണം. ഒരു വല്ലാത്ത രീതിയിൽ ടിമ്മിനെ നോക്കുന്നുണ്ട് കേട്ടോ. അതായത് അവന്റെ ഒരു കൂട്ടുകാരനെ പിടിച്ചു കൊണ്ടുവരികയാണ്, സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ അവനെ കൊന്നുകളയും. എന്നാൽ ഇവർക്കൊന്നും അതിൽ യാതൊരു പ്രശ്നവുമില്ല. അല്ല, ഏജന്റ് ടിമ്മിന് അങ്ങനെ വിഷമം തോന്നേണ്ട കാര്യമൊന്നുമില്ല, ഇവന്മാര് കള്ളന്മാരാണല്ലോ. ഇതേ നേരം തന്നെ മറ്റൊരു സ്ഥലത്ത്, അതായത് മൈക്കിൾ എക്സിന്റെ നാട്ടിൽ അവനെ കാണിക്കുകയാണ്. അവൻ ആ ഒരു സോഫിയെ പൊക്കിയല്ലോ, അവളിപ്പോ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ജീവനോടെ ഒരു കുഴി തോണ്ടി അതിൽ കുഴിച്ചു മൂടുകയാണ്. അതൊരു ഇച്ചിരി കഷ്ടമായി പോയിട്ടാ. ഇതിനുശേഷം ടെറിയും ടീമിനെയും കാണിക്കുകയാണ്. അതായത് നാളെ എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് യാതൊരു പിടുത്തവുമില്ല. ആ ഫോട്ടോസ് വോഗലിനും കൊടുക്കണം, അതുപോലെ തന്നെ ഏജന്റ് ടീമിനും കൊടുക്കണം. എന്നാൽ ഇത് ആർക്ക് കൊടുക്കും? ഏതെങ്കിലും ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മറ്റേ ആൾ ഇവരെ ശരിയാക്കി കളയും. പെട്ടെന്നാണ് ടെറിക്ക് ഒരു ബുദ്ധി തോന്നുന്നത്. വേഗം തന്നെ ടെറി, അതായത് ഈ ഒരു റോബറി കേസ് അന്വേഷിക്കുന്ന പോലീസുകാരൻ ആരാണെന്ന് ന്യൂസ് പേപ്പർ എടുത്ത് നോക്കുകയാണ്. ആ പോലീസുകാരന്റെ പേര് ഈ വോഗലിന്റെ കൈക്കൂലി ഡയറി ഉണ്ടല്ലോ, ആ ഡയറിയിൽ ഉണ്ടോ നോക്കുമ്പോൾ അയാളുടെ പേരില്ല. അതിനർത്ഥം ഈ കേസ് അന്വേഷിക്കുന്നത് സത്യസന്ധനായ ഒരു പോലീസുകാരനാണ്. അപ്പൊ ഇവർക്ക് ചെറിയൊരു ബുദ്ധി തോന്നുകയാണ്. അതായത് ഈ വോഗലിന്റെ ഡയറിയിൽ നിന്നും ഒരു പേജ് കീറിയെടുത്ത് അതിപ്പോ നമ്മുടെ കെവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, നീ എന്തായാലും ഇത് ആ ഒരു ഇൻസ്പെക്ടറുടെ കയ്യിൽ കൊണ്ടേ കൊടുക്കുക, ഇതുപോലെ വേറെയും ഡാറ്റാസ് ഉണ്ട് എന്ന് പറയണം. വോഗലിനെ കുറിച്ചുള്ള വിവരങ്ങളും നീ ആ ഒരു ഇൻസ്പെക്ടറോട് പറയണം. അങ്ങനെ കെവിനെ ഇവർ അവിടുന്ന് പറഞ്ഞയക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ടെറിയും മാർട്ടിനും കൂടെ ഏജന്റ് ടീം പറഞ്ഞതുപോലെ അയാൾക്ക് ആ ഒരു ഫോട്ടോസ് കൊടുക്കാനായിട്ട് പിറ്റേ ദിവസം ഒരു 10:30 ആയപ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയാണ്. പിന്നീട് അവിടെ വെച്ച് മാർട്ടിൻ ഇപ്പോൾ ടീമിനെ കാണുകയാണ്. ടീമിനോട് മാർട്ടിൻ പറയുന്നുണ്ട്, എന്നാലും ഇമാതിരി ഒരു പണി നീ എനിക്കിട്ട് തരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. അതുപോലെ ടെറിയെ കാണാനായിട്ട് ഏജന്റ് ടിമ്മിന്റെ ഹയർ ഒഫീഷ്യൽസ് വന്നിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് യാതൊരു കേസോ കാര്യങ്ങളോ ഉണ്ടാവില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കാനായിട്ട്. ഇവരെല്ലാവരും വരുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. 11 മണിയായപ്പോൾ അങ്ങോട്ടേക്ക് മറ്റൊരാൾ കൂടെ വരുന്നുണ്ട്. വോഗലും അയാളുടെ ആൾക്കാരും കൂടെ തന്നെ ബോണി ഉണ്ട് കേട്ടോ. ഇയാൾ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്താ, അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് 2-3 പോലീസുകാരങ്ങനെ നിൽക്കുന്നു. ഒരു വല്ലാത്ത രീതിയിൽ ഈ വോഗലിനെ നോക്കുന്നു. സ്കെച്ചാണെന്ന് വോഗലിന് മനസ്സിലായി. അപ്പൊ തന്നെ അവിടെ നിന്ന് തിരിഞ്ഞു ഓടുകയാണ് കേട്ടോ. പണി മേടിക്കുന്നതിൽ നല്ലത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആവുന്നതാണെന്ന് വോഗലിന് മനസ്സിലായി. എന്നാൽ അപ്പോഴേക്കും ടെറി ആ ഒരു ഫോട്ടോസ് മുഴുവനും ഏജന്റ് ടീമിനും അവന്റെ ഹയർ ഒഫീഷ്യൽസിന് കൈമാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പൊ രക്ഷപ്പെട്ട് ഓടുന്ന വോഗലിന്റെ പിന്നാലെ തന്നെ ടെറി ഓടുകയാണ്. ഒരു സ്ഥലത്ത് വെച്ച് വോഗലിനെ പിടിക്കുന്നുണ്ട്, നല്ല ഇടി കൊടുക്കുന്നുണ്ട്. കാരണം ഡേവിനെ, ടെറിയുടെ കൂട്ടുകാരനെ കൊന്നല്ലോ, ആ ഒരു ദേഷ്യത്തിന്. ഇതേ സമയത്ത് തന്നെ കെവിന്റെ കയ്യിൽ കൊടുത്തയച്ച ആ ഒരു പേപ്പർ, ആ പേപ്പറിലെ തെളിവുകൾ ഉപയോഗിച്ച് വോഗലിനെ പിടിക്കാനായിട്ട് റോബറി കേസ് അന്വേഷിക്കുന്ന ആ
ഒരു പോലീസും സംഘവും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഇവരിപ്പോ നേരെ ഇങ്ങോട്ടേക്ക് വന്ന് പിടിക്കുന്നത് വോഗലിനെ അല്ല, ടെറിയാണ്. ഇതെന്താ ടെറി ഉണ്ടാക്കിയ പ്ലാൻ അവനെ തിരിച്ചടിച്ചോ? സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെറി ആ വോഗലിന്റെ പുസ്തകത്തില്, അതായത് ഡയറിയിലെ ഒരു പേജ് കീറി കെവിന്റെ കയ്യിൽ ഏൽപ്പിച്ച് അത് ഇൻസ്പെക്ടറുടെ കയ്യിൽ കൊടുക്കാൻ ഏൽപ്പിച്ചല്ലോ. അവൻ അതുപോലെ തന്നെ ചെയ്തു. എന്നാൽ ഇൻസ്പെക്ടർക്ക് ഒരു സംശയം, അതായത് ബാങ്കിൽ നിന്ന് മോഷണം പോയ ആ ഡയറിയുടെ ഉള്ളിലെ പേജ് അത് നിനക്ക് എങ്ങനെ കിട്ടിയത്? അപ്പൊ തന്നെ ഇൻസ്പെക്ടർക്ക് ഒരു കാര്യം മനസ്സിലായി, റോബറി കേസിലെ പ്രതികൾ ഇവരാണെന്ന്. അതുകൊണ്ടാണ് നേരത്തെ തന്നെ കെവിനെ അറസ്റ്റ് ചെയ്തത്, ഇപ്പൊ ടെറി അറസ്റ്റ് ചെയ്തത്. ഇപ്പൊ വണ്ടിയിൽ കയറ്റിയിരുത്തുകയാണ്. എന്നാൽ അതേ നേരം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏജന്റ് ടിമ്മും അവന്റെ സാറും വന്നിട്ടുണ്ട്. രണ്ടുപേരും ഇപ്പൊ ഈ ഒരു ഇൻസ്പെക്ടർ വിളിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് അവനിപ്പോ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, തൽക്കാലം വിട്ടയച്ചേക്കെന്ന് പറയണം. അതിന് ചില വ്യക്തമായ കാരണങ്ങളുണ്ട്. എന്താണ് ആ വ്യക്തമായ കാര്യങ്ങൾ? ടെറിയുടെ കയ്യിൽ ആ ഒരു ലെറ്റർ ഉണ്ട്. ഇപ്പൊ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇൻസ്പെക്ടർ അവനെ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ലെറ്റർ ടെറി എടുത്ത് കാണിച്ചു കൊടുക്കും. അങ്ങനെ ഈ നാഷണൽ സെക്യൂരിറ്റി ഓഫീസേഴ്സ് ചെയ്തിട്ടുള്ള ആ ഒരു പരിപാടി എല്ലാം പുറത്തേക്ക് വരും. അവർ പറഞ്ഞിട്ടാണല്ലോ റോബറി ചെയ്തത്, ഇതെല്ലാം പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് അവർ വന്നിട്ട് ഇപ്പൊ ടെറിയെ അറസ്റ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞത്. ഇപ്പൊ ആ ഒരു ഇൻസ്പെക്ടർ പതി അങ്ങോട്ടേക്ക് വരികയാണ്. ടെറിയെ നോക്കിയിട്ട് ഇപ്പൊ തൽക്കാലം നീ പോയിക്കോ എന്ന് പറയാണ്. എന്നാൽ അതിനു മുന്നേ നീ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യണം. നിന്റെ കയ്യിൽ ആ ഒരു ഡയറി ഉണ്ടല്ലോ വോഗലിന്റെ, ആ ഡയറി എനിക്ക് വേണമെന്ന് പറയണം. എനിക്ക് ആ വോഗലിനെയും പൂട്ടണം, അതുപോലെ അവൻ കൈക്കൂലി കൊടുത്ത ഒരുപാട് പോലീസുകാരുണ്ടല്ലോ എല്ലാത്തിനെയും പൂട്ടണം എന്ന് പറയണം. ഒരു കുഴപ്പമില്ല, വോഗൽ എന്തായാലും പെടണം. അത് തന്നെയായിരുന്നു ടെറിയുടെയും ആവശ്യം. ടെറി ഇപ്പൊ ആ ഒരു ഡയറി ആർക്ക് കൈമാറുകയാണ്? ഇൻസ്പെക്ടർക്ക് കൈമാറുകയാണ്. അങ്ങനെ ഇവർ മൂന്നുപേരും ഇവിടുന്ന് പോവാണ്, ടെറിയും ബോണിയും അതുപോലെ തന്നെ കെവിയും. മാത്രമല്ല ഇപ്പൊ മൈക്കിൾ എക്സ് അവന്റെ കയ്യിൽ തുറപ്പിച്ചിട്ടായിട്ട് ആ ഒരു ഫോട്ടോ ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ അവന്റെ നാട്ടിലേക്ക് പോയിട്ട് ഏജന്റ് ടിമ്മും സംഘവും കൂടെ അവൻ അവിടുന്ന് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവന്റെ ആ ഒരു വീടും സംഭവം എല്ലാം കത്തിച്ച് കളയാണ്. അത്രയും ദേഷ്യം ഈ മൈക്കിൾ എക്സിനോട് ഇവർക്ക് ഉണ്ട് കേട്ടോ. അതുപോലെ ടെറിയും അവന്റെ കൂട്ടുകാരെയും നോക്കുകയാണെങ്കിൽ അവർക്കിപ്പോ യാതൊരു പ്രശ്നവുമില്ല. മോഷ്ടിച്ച സമ്പാദ്യം മുഴുവൻ അവരുടെ കയ്യിലുണ്ട്. ഇനി അതുമായിട്ട് ഇവർക്ക് ലൈഫ് സെറ്റിൽ ചെയ്യാം. പക്ഷെ എല്ലാ കാര്യത്തിനും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഡേവ് മരിച്ചുപോയി. സോ അവന് വേണ്ടി ഒരു ചടങ്ങെല്ലാം നടത്തിയിട്ട് ഇവർ നാലുപേരും, ടെറിയും മാർട്ടിനും കെവിനും അതുപോലെ തന്നെ ബോണി, ഇവർ നാലുപേരും 4 ഭാഗത്തേക്കായിട്ട് പിരിയാണ് കേട്ടോ. ഏറ്റവും അവസാനം ടെറി ഈ ഒരു നാട് വിട്ട് തന്നെ പോയിട്ടുണ്ട്. പുറത്ത് എവിടെയോ പോയിട്ട് സെറ്റിൽ ആയിട്ടുണ്ട് കേട്ടോ. അവസാനം ഏതോ ഒരു പ്രൈവറ്റ് ബോട്ടിൽ ഫാമിലിയുടെ കൂടെ സന്തോഷമായിട്ട് നിൽക്കുന്ന ടെറി അവന്റെ ഫാമിലി, ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ അവിടെ തീരുന്നത്. എന്തായാലും വെറും ഒരു മോഷണ കഥയല്ലാതെ അത്യാവശ്യം നന്നായിട്ട് ത്രില്ലടിപ്പിച്ച ഒരു അടിപൊളി കഥ തന്നെയല്ലേ. എന്തായാലും കഥ ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.